സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യമാണ് ഈ പകലിലെ ചിന്തയ്ക്കായി വായിക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചേ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. മതി. നമ്മുടെ കണ്ണുകളെ അടച്ചൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ നല്ല വചനത്തിന്റെ മുമ്പിൽ കർത്താവ് പകരാൻ ഉദ്ദേശിച്ച എല്ലാ വിടുതലുകളും കർത്താവ് എൻ്റെ മേലും സഭയുടെ മേലും ഇന്നും പകരപ്പെടണമെന്ന് എല്ലാവരും അധരം തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളൊരു യുദ്ധക്കളത്തിലാണ്. പിശാചിനെതിരെ ശക്തമായി യുദ്ധം ചെയ്യുമ്പോൾ എതിർത്ത് നിൽക്കാതെ അവനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. നമ്മെ അടിമപ്പെടുത്താനും നമ്മെ നിരാശപ്പെടുത്താനും നമ്മെ നിർത്തുവാൻ നമ്മെ പോരാട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ നമ്മെ പരാജയപ്പെടുത്താൻ ആവുന്നതെല്ലാം ശ്രമിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. എന്നാൽ ക്ഷീണിച്ചിരിക്കുന്ന നമ്മെ ബലപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്ന് പകൽക്കാലം ഇറങ്ങി നിൽക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ടുകൊണ്ട് എല്ലാവരും ദൈവസന്നിധിയിൽ എതിർക്കാൻ തുടങ്ങണം, പിശാചിനോട് എതിർക്കാൻ തുടങ്ങണം. ഇതിൻ്റെ അകത്ത് മുഴുവനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങണം. നമ്മളൊരു അത്ഭുത വിടുതലിൻ്റെ സാക്ഷ്യമാണ് കേട്ടത്. സ്തോത്രം. പിശാച് വെച്ച നുകങ്ങളെ തകർക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. വചനത്തെ ഉറപ്പിച്ചുകൊണ്ടാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത്. ഇന്ന് പകലും പ്രസ്താവിക്കപ്പെടുന്ന ദൈവവചനത്തെ ഉറപ്പിക്കാൻ വിശ്വസ്തനായ കർത്താവിന്റെ മധ്യത്തിലുണ്ട്. ഏതോ ചിലത് ഇന്ന് പകൽ പൂർണ്ണമായി മാറപ്പെടണമെന്ന് ദൈവം നിർണയിച്ച ചിലത് ഇതിനകത്തുണ്ട്. അസാധാരണമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്താൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇതിൻ്റെ അകത്ത് ചലിക്കുന്നുണ്ട്. എന്നാൽ അടിമ നുകത്തിൽ കൊടുക്കാൻ ഹല്ലേലൂയ പിശാച് വച്ചിരിക്കുന്ന പദ്ധതികൾ ബലഹീനപ്പെടുത്തിക്കൊണ്ട് രോഗി ആക്കിക്കൊണ്ട് സ്തോത്രം നമ്മെ തളർത്താൻ പിശാച് ശ്രമിച്ചാൽ ഓരോ കസേരകളിൽ ഇരുന്ന് ഈ സന്ദേശം കേൾക്കുന്നവർ ഈ പ്രാരംഭ സമയത്ത് തീരുമാനിക്കണം, നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് നീ എഴുന്നേൽക്കുന്നത് നിന്റെ മേൽ പിശാച് വെച്ച സകല നുകത്തെയും കുടഞ്ഞിട്ടായിരിക്കുമെന്ന് നീ തീരുമാനിക്കണം. ഇന്ന് പകലിലെ ശുശ്രൂഷ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ബലഹീനതയിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ഞാൻ അനുഭവിക്കുന്ന ഏതൊക്കെ അസാധാരണമായ ഞെരുക്കത്തിൽ നിന്ന് ദൈവം എന്നെ പുറത്തെടുക്കുന്ന പകലെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിനെ നീ വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് ഈ നിമിഷം പ്രാർത്ഥിക്കുക. വെറുതെ പറയുകയല്ല. നീ ഒരു രോഗിയായിട്ടായിരിക്കും ഇരിപ്പിടത്തിൽ ഇരിക്കുന്നത്. ഏതൊക്കെയോ ഭാരത്തിലും ഏതൊക്കെയോ ഭയത്തിലും ഏതൊക്കെയോ തിന്മയുടെ ശക്തിയുടെ അടിമത്വത്തിലുമായിരിക്കാം ഇന്ന് പകൽ ഈ കസാരയിൽ നീ ഇരിക്കുന്നത്. എന്നാൽ ഈ ദൂത് കേട്ട് നീ എഴുന്നേൽക്കുന്നത് അതെല്ലാം കുടഞ്ഞു കളഞ്ഞവനായി ഒരു സ്വാതന്ത്ര്യത്തോടും സൗഖ്യത്തോടും ദൈവം അയച്ച വിടുതലോടും കൂടെ ഞാൻ എഴുന്നേൽക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവർ അത് പറഞ്ഞു തുടങ്ങിക്കോ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ വിടുതൽ ദൈവം പകരുകയാണ്. കേൾക്കുന്ന വചനങ്ങൾ ശക്തിയോടെ പാറയെ പുലർക്കുന്ന ചുറ്റിക പോലെ നിന്നെ തൊടുന്ന പകലാണ്. തീ പോലെ അത് ചിലതിനെ ദഹിപ്പിക്കുന്ന പകലെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. എല്ലാ നിരാശകളും, എല്ലാ ക്ഷീണങ്ങളും, എല്ലാ രോഗാനുഭവങ്ങളും, എല്ലാ തിന്മയുടെ ശക്തികളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ജനത്തെ വിട്ട്, സഭയെ വിട്ട്, ദേശം വിട്ട് മാറുവാൻ ഞാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു. ഈ പകലും ദൈവം തന്ന ദിവസമാണ്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ദൈവം നമുക്ക് അനുകൂലമാണ്. യേശുവിന്റെ നാമത്തിൽ വിരോധമായി നിൽക്കുന്ന എല്ലാ ശത്രുവിന്റെ ശക്തികളും തകർന്ന് മാറേണ്ടതിന് ദൈവസഭ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദമുയർത്തി അധികാരത്തോടെ പ്രാർത്ഥിക്കുക. ചില മനസ്സിനെ നിരാശപ്പെടുത്തിയിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. സ്തോത്രം. ചിലതിനെ ബന്ധനത്തിന്റെ അടിമത്വത്തിൽ കൊണ്ടുവന്ന് മുമ്പോട്ട് കുതിക്കാൻ പറ്റാതെ ഒതുക്കാൻ ശ്രമിക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഒരു ആത്മശക്തി ഇതിനകത്ത് ഇറങ്ങാൻ പോകുകയാണ്. ഒരു ദൈവ മഹത്വം ഇതിനകത്ത് വീശിയടിക്കാൻ പോകുകയാണ്. ശത്രുവച്ച മതിൽക്കെട്ടുകളെല്ലാം തകരുമാറ് ദൈവത്തിന്റെ അസാധാരണ ശക്തി ചലിക്കുകയാണ്. ഇപ്പോൾ തന്നെ രോഗങ്ങളെ പിഴുതെടുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, രോഗങ്ങളെ പിഴുതെടുക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ആഴത്തിലെ വേരുകളെ പിഴുതെടുക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ശക്തിയോടെ ഈ സഭയ്ക്കകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ ശരീരങ്ങൾ സൗഖ്യത്തോടെ, ബലത്തോടെ തിരുവചന കേൾവിക്കായി ഒരുങ്ങട്ടെ. എല്ലാ ഹൃദയങ്ങളും യേശുവിന്റെ നാമത്തിൽ ഒരുങ്ങട്ടെ. എല്ലാ ശൂന്യതകളെയും ഞാൻ ശാസിക്കുന്നു. ഭവനത്തിൽ കിടന്ന് ഭാരപ്പെടുന്ന ചിലരുണ്ട്. ഇവിടെ വന്നിരുന്ന് വിടുതലെടുക്കേണ്ട ചിലത്
വിടുതല് ഇന്ന് പകൽക്കാലം ഭവനങ്ങളിൽ ഒതുക്കപ്പെട്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ അവരുടെ മേൽ ചലിക്കാൻ തുടങ്ങട്ടെ. കർത്താവ്, ഈ ആലയത്തിലിരിക്കുന്ന സകലരും ഇപ്പോൾ യേശുവിന്റെ കരസ്പർശനം അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ അടിമപ്പെടുത്തുന്ന നിരാശയുടെ ചിന്തകൾ എല്ലാം ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ. ദൈവവചന കേൾവിക്ക് വിരോധമായി, ദൈവവചന ശുശ്രൂഷയ്ക്ക് വിരോധമായി വെല്ലുവിളിയോടെ നിൽക്കുന്ന എല്ലാ മുൻവിധികള്, എല്ലാ പിശാചിന്റെ തടസ്സവാദങ്ങള്, അവന്റെ തന്ത്രങ്ങള് അധികാരമുള്ള യേശുവിൻ നാമത്തിൽ തകർന്നു മാറുവാൻ ഞാനിപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഒരു അസാധാരണ വിടുതലിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. എതിർക്കുന്ന പൈശാചിക മണ്ഡലത്തെ ഉടച്ചെറിയുന്ന ഒരു ദൈവത്തിന്റെ അഭിഷേകം ഇപ്പോൾ പുറകറ്റം വരെ സകലരുടെ മേലും ചലിക്കട്ടെ. ഈ ആലയത്തിന്റെ അകത്തൊരു വിശേഷ ആത്മീക അന്തരീക്ഷം വെളിപ്പെടട്ടെ. ശുശ്രൂഷയ്ക്കായി ദൈവ മഹത്വം ചലിക്കട്ടെ. ദൂതന്മാർ ഇറങ്ങി നിൽക്കട്ടെ. അസംഖ്യമായ ദൂതന്മാർ സേവയ്ക്കായി ഇറങ്ങി നിൽക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. പരിശുദ്ധാത്മ മണ്ഡലം ശക്തിയോടെ ചലിക്കേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ജനത്തിന്റെ മേലത് വ്യാപരിക്കട്ടെ, അടിയന്റെ മേലത് വ്യാപരിക്കട്ടെ. വലിയ വിടുതലും വലിയ ദൈവ മഹത്വവും കണ്ട് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച് മുന്നിലേക്ക് പോകാൻ സ്വർഗം കൃപ ചെയ്യണം. തിരുവഴുത്തിൽ കൂടെ വെളിപ്പെടുന്ന എല്ലാ വിടുതലുകളെയും അയക്കണമേ. മഹത്വം അങ്ങേക്ക് മാത്രമായിരിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്കാണ് നമ്മൾ ഹല്ലേലൂയ വായിച്ചു കേട്ടത്. യേശു പറഞ്ഞ വാക്കാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. സ്തോത്രം. സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല, അടിമത്വം ആരും ഇഷ്ടപ്പെടുന്നുമില്ല. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഒത്തിരി പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ള വചനഭാഗങ്ങളാണിത്. സ്തോത്രം. ആമേൻ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. എവിടെയെങ്കിലും നമുക്കൊരു സ്വാതന്ത്ര്യം ആവശ്യമാണോ? ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യമുണ്ടോ? യേശു കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ സാക്ഷാൽ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അടിമത്വം ആർക്കും ഇഷ്ടമില്ല. അടിമ ഹല്ലേലൂയ നുകത്തിൽ കിടക്കുന്നത് ഒരു മനുഷ്യനും ഇഷ്ടമില്ല. മനുഷ്യൻ ഒരിക്കലും അടിമത്വത്തിലായിരുന്നില്ല. നമുക്ക് വളരെ വേഗത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ കേട്ട് ഹൃദയത്തിൽ വയ്ക്കുക. സ്തോത്രം. അടിമത്വത്തിലായിരുന്നില്ല മനുഷ്യൻ, ഒന്നിലും. ആമേൻ. അടിമത്വത്തിലായിരുന്നില്ല, അവൻ വാഴുന്നവനായിരുന്നു. സ്തോത്രം. സകലത്തിന്റെ മേലും വാഴുന്ന അനുഭവത്തിൽ ദൈവം അവനെ സൃഷ്ടിച്ചു എങ്കിലും ആമേൻ ഹല്ലേലൂയ നമുക്കറിയാം പിന്നത്തേതിൽ പലതും അവനെ അടിമപ്പെടുത്തി, പലതിനും അവൻ അടിമപ്പെട്ടു. അത് പാപം നിമിത്തമാണ്, മനുഷ്യനിൽ വന്ന പാപം നിമിത്തമാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ആമേൻ സ്തോത്രം, നിങ്ങൾ എന്നെ നേരിട്ട് കേൾക്കുമ്പോഴും പിന്നത്തേതിൽ കേൾക്കുമ്പോഴും ഞാൻ പറയട്ടെ, നിങ്ങൾ വ്യക്തതയോടെ തിരിച്ചറിയുക, ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പലതിനും അടിമപ്പെട്ട് കിടക്കുന്നു. പലതും മനുഷ്യനെ അടിമത്വത്തിലാക്കി വയ്ക്കുന്നു. പലതും ആമേൻ മനുഷ്യന്റെ മേൽ വാഴുന്ന അനുഭവങ്ങളുണ്ട്. സ്തോത്രം. അസാധാരണമായ നിലകളിൽ അവന്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്ന സാത്താന്യ വ്യാപാര ശക്തികൾ ഉണ്ട് എന്ന് ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നാൽ ആമേൻ ഹല്ലേലൂയ കർത്താവ് ആമേൻ സ്തോത്രം സകലരോടും വ്യക്തതയോടെ പറയുന്ന വിഷയം ഇതാണ്, യേശു കർത്താവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അത് ഏതൊക്കെ മേഖല, എന്തൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് ആമേൻ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകലിന്റെ പ്രത്യേകത നമ്മളൊരു സ്വാതന്ത്ര്യത്തോടെ മടങ്ങുക എന്നുള്ളതാണ്. സ്തോത്രം. അസാധാരണമായ ഒരു സ്വാതന്ത്ര്യം. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ കേൾക്കുന്ന വചനങ്ങൾ നമുക്ക് ആഴത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ആഴത്തിൽ ദൈവ വചനങ്ങൾ ഗ്രഹിക്കാനോ ആ വചനത്താൽ പണിയപ്പെടാനോ നമുക്ക് പറ്റുന്നില്ല എന്നത് വളരെ ഹല്ലേലൂയ വേദന ഉളവാക്കുന്ന വിഷയമാണ്. നമ്മൾ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് ആമേൻ അനർത്ഥത്തിൽ നിന്ന് പുറത്തു വരണം. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പേര് പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ വിളിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഹല്ലേലൂയ കുഞ്ഞ് വിളിച്ചു. സ്തോത്രം. അവൾ വളരെ ഭാരത്തിലാണ്. സ്തോത്രം. അവളുടെ ഹല്ലേലൂയ ആ കുടുംബത്തിൽ അവർ ക്രിസ്ത്യാനികളാണ്. ആ കുഞ്ഞ് അവളുടെ ഭർത്താവ് ഹെവൻലി ഫീസ്റ്റിൽ പോകുന്നു, അപ്പനും അമ്മയും ദേവസ്യ മുല്ലക്കരയുടെ അടുത്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഹല്ലേലൂയ എവിടെ പോകുന്നു? ആമേൻ സ്തോത്രം. എന്ത് ചെയ്യുന്നു? എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രം. എന്നിട്ട് ആ കുഞ്ഞ് ജാതകത്തെ കുറിച്ചൊക്കെ പറയുന്നു. സ്തോത്രം. ജാതകം ആമേൻ സ്തോത്രം എഴുതിയതുപോലെ തന്നെ ജാതകത്തിൽ കുറിച്ചതുപോലെ അപ്പൻ വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന അപ്പൻ വിഴുന്ന് മരിച്ചു.
ഭയങ്കര ഷോക്ക്ഡായ ആ കുഞ്ഞ്. സ്തോത്രം. ഞാൻ ചോദിച്ചു, നിങ്ങൾ അങ്ങനെയാണ് ഞാൻ ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളാണോ, പള്ളിയിൽ പോണവരാണോ, പ്രാർത്ഥിക്കുന്നവരാണോ? അപ്പം ഞങ്ങൾ ഇന്നടത്തൊക്കെയാണ് പോകുന്നത്. ഞാൻ കേട്ട്, നീ സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, പിന്നെ എന്തിനാ നീ ജാതകത്തെക്കുറിച്ച് പറയുന്നത്? അവളിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, പുസ്തകം തുറന്നാൽ അപ്പോൾ പെട്ടെന്നുള്ള മരണം, ബൈബിള് തുറന്നാൽ സ്തോത്രം മരണത്തെക്കുറിച്ചാണ് പറയുന്നത് അവളോട്. സ്തോത്രം. മരണം, പെട്ടെന്ന് മരിക്കും, വളരെ ഭീതി. ഒരുപാട് നേരം സംസാരിച്ചു, വളരെ മരണഭീതിയിലാണ് ആ കുഞ്ഞ്. സ്തോത്രം. ഈ വാക്യങ്ങളെല്ലാം ഞാൻ ദൈവം എന്നോട് ഇടപെട്ട് ആ മെസ്സേജ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോഴാണ് ഇത് ഞാൻ കേൾക്കുന്നത്. സ്തോത്രം. മരിച്ചു പോകും, മരണഭീതിയിലാ കൊച്ച്, വല്ലാതെ ഭാരപ്പെടുക. അമ്മ മരിക്കും, അവൾ മരിക്കും. അപ്പം ഞാൻ ഹല്ലേലൂയ ഹൃദയത്തിൽ ചിന്തിച്ചു, ഇവർ ആരാധനയ്ക്ക് പോയി കൈയടിച്ച് പാടി ഭയങ്കര കാര്യങ്ങളും ഭയങ്കര വിടുതലൊക്കെ പറയുന്ന ഇടങ്ങളാത്. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ പോയിട്ട് നിനക്കൊരു രക്ഷയില്ല, ഇതിനകത്തൊക്കെ ഒരു വിടുതലില്ലെങ്കിൽ നമ്മുടെ വിശ്വാസമൊക്കെ പരിശോധിക്കണം. അപ്പം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ബൈബിളുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതികളല്ല അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. സ്തോത്രം. നമ്മളും ഹല്ലേലൂയ പുസ്തകം പിടിച്ചുകൊണ്ട് സ്തോത്രം ഇതിൻ്റെ അകത്ത് വന്നിട്ട് പല ബന്ധനത്തിനും അടിമപ്പെട്ടാണ് കിടക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ കൈയടിച്ചിട്ട് എന്താ പ്രയോജനം? സ്തോത്രം. ഹല്ലേലൂയ. ഇതും ഹല്ലേലൂയ ജാതികളെ പോലെ ബൈബിള് വിശ്വസിച്ചിട്ട് ജാതികൾക്കുള്ള അല്ലെങ്കിൽ ലോക മനുഷ്യന് വരുന്നതെല്ലാമാണ് നമുക്കും വരുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ എവിടെയോ ബന്ധിക്കപ്പെട്ട് കിടക്കുക. ആ കുഞ്ഞിന് ആ സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ കൂടെ ലഭിച്ചില്ല എന്നതാണ് വാസ്തവം. സ്തോത്രം. അവൾ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു, അവൾ പള്ളിയിൽ പോകുന്നു, ഒക്കെ ശരിയാ. അഭിഷേകം കിട്ടിയെന്നും കൂടിയാ പറയുന്നത്. ഞാൻ പറഞ്ഞു, നീ കേൾക്കുന്ന ദൈവ ശബ്ദം, നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ കുറിച്ചൊക്കെ നീ ചിന്തിക്കണം, ദൈവവചനപ്രകാരം ക്രമീകരിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. സ്തോത്രം. ഇന്ന് വരാൻ അവർ ഒത്തിരി ബന്ധപ്പെട്ടു. 8 മണിക്കൂറോളം യാത്ര ചെയ്ത് അവർക്ക് വരാൻ പറ്റിയില്ല. സ്തോത്രം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് അതുകൊണ്ട് സന്ദേശം കേൾക്കണേ. നമ്മൾ കൈമാറുന്ന ഓരോ വചനത്തിനും വളരെ വിലയുണ്ട്. ആ വചനം നമ്മുടെ അകത്ത് എഴുതുന്നതിന് വളരെ അർത്ഥമുണ്ട്. കേവലമായി ഒരു വിടുതലിന്റെ ഇടത്തി എന്ന് കൈയടിച്ച് എടുക്കാൻ പറ്റുന്നതല്ല ക്രിസ്തു തരുന്ന വിടുതൽ. സ്തോത്രം. അതുകൊണ്ടാണ് ഇവരൊക്കെ പോകുന്ന ഇടങ്ങളിൽ പോയിട്ട് അവർക്കൊരു വിടുതലില്ലാത്തത്. നമ്മൾ വിചാരിച്ചാൽ ഒത്തിരി ഉറച്ച് കൈയടിച്ചാൽ വിടുതൽ കിട്ടും, അല്ലെങ്കിൽ ഹല്ലേലൂയ ആത്മീക കൂട്ടായ്മയിൽ പോയാൽ വിടുതൽ കിട്ടും. അതൊക്കെ സംഭവിക്കുന്നതാ. പക്ഷെ സ്ഥായിയായി നിന്നെ പിന്തുടരുന്ന, നിന്നെ അടിമപ്പെടുത്തുന്ന ചില വേരുകളെ മുറിക്കാൻ നീ തയ്യാറായില്ല എങ്കിൽ നിനക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാകത്തില്ല. സ്തോത്രം. ഏത് പ്രശ്നത്തെ നോക്കി യേശു പറയുന്നത്, ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നീ സാക്ഷാൽ സ്വതന്ത്രനാകും. സ്തോത്രം. ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കാൻ ഹല്ലേലൂയ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഹല്ലേലൂയ അടിമനുഖത്തിൽ കിടക്കും. നമുക്ക് യഥാർത്ഥമായി മുമ്പിലേക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാവരോടും കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ചില വ്യക്തികൾക്കകത്തേക്ക് ആ കർത്താവ് വരുന്ന സ്വാതന്ത്ര്യം ഇന്ന് പകൽ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. 2 കൊരിന്ത്യർ ലേഖനം 3:17 വേഗത്തിൽ വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം 3:17. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു, അവിടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുക. സ്വാതന്ത്ര്യത്തെ കുറിച്ച് ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കർത്താവ് ആത്മാവാകുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു പഠനത്തിന്റെ അപ്പുറത്ത് സ്തോത്രം ഒരു സ്വാതന്ത്ര്യം വെളിപ്പെടേണ്ട ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടേണ്ട ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഏതിൽ നിന്നെങ്കിലും നമുക്കൊരു സ്വാതന്ത്ര്യം വേണോ? അതാ നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കേണ്ട ചിന്ത. ഒരു പഠനം നടത്തുകയല്ല. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് ഉള്ള സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് ഒരു അസാധാരണ സ്വാതന്ത്ര്യമുണ്ട്. അത് എന്ത് തന്നെയാണെങ്കിലും ഞാനത് മുമ്പിലേക്ക് വിശദീകരിക്കാം. പക്ഷെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ആ ആത്മാവിലെ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏത് ഇടത്താണ്, ഏത് വിഷയത്തിലാണ് ആത്മാവ് സ്വാതന്ത്ര്യം വരുത്തേണ്ടത്? അപ്പൊ അവിടെ വലിയൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പകരേണ്ടത്, നമ്മൾ വിശ്വസിക്കേണ്ടത്, ഇന്ന് പകലിലെ പ്രാർത്ഥനയ്ക്കായി അസാധാരണമായി വിശ്വസിക്കേണ്ടത്, ഏത് അടിമത്വം ഉണ്ടെങ്കിലും ഏത് ബന്ധനമുണ്ടെങ്കിലും നീ വിശ്വസിച്ചോളണം, ഏത് ബന്ധനവും മാറ്റി നിനക്ക് സ്വാതന്ത്ര്യം വരുത്താൻ പരിശുദ്ധാത്മാവിന് പറ്റും എന്ന ചിന്ത നിന്റെ ഹൃദയത്തിന്റെ അകത്ത് വരണം. ഒന്നാമത് യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരാകും. യേശു കർത്താവിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ പറ്റും. യേശു വരുത്തുന്ന സ്വാതന്ത്ര്യം സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. ഇവിടെ രണ്ടാമത്തെ ചിന്തയ്ക്കകത്ത് നിങ്ങൾക്ക് വ്യക്തതയോടെ മനസ്സിലാകുന്നുണ്ട് പരിശുദ്ധാത്മാവ് വരുത്തുന്ന സ്വാതന്ത്ര്യം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കേണ്ടതും അത് തന്നെയാണ്. ആത്മസാന്നിധ്യത്തിന് ഇറങ്ങി
ഇറങ്ങി വന്ന് വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണെങ്കിൽ കർത്താവേ, ഇന്ന് പകൽ ആ സ്വാതന്ത്ര്യം എനിക്ക് വേണമെന്ന് നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പ്രാർത്ഥിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ പുഷ്ടി നിമിത്തം മുഖം തകരുമെന്ന് പറഞ്ഞതുപോലെ നിന്റെ മുകളിൽ കിടക്കുന്ന, നിന്നെ അടിമപ്പെടുത്തുന്ന, സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തി നിന്നെ ബന്ധനത്തിലാക്കിയിരിക്കുന്ന ഏത് മേഖലയ്ക്കകത്തും ഈ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങും. എപ്പോൾ ഇറങ്ങും? നീ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ സ്വാതന്ത്ര്യത്തിനായി ദൈവശക്തി വ്യാപരിക്കും. ഒന്ന്, യേശു കർത്താവ് നിന്റെ സ്വാതന്ത്ര്യത്തിനായി ഇടപെടും. രണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് സ്വാതന്ത്ര്യത്തെ വരുത്തും. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. യോഹന്നാന്റെ സുവിശേഷം തന്നെ 8:32 കൂടെ വായിച്ചേ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവിടെയും യേശു പറയുന്ന വാക്കിന്റെ അകത്ത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കഥ കേൾക്കുന്നത് പോലെ നമ്മളിത് കേട്ട് സാധാരണ പതിവ് പോലെ എനിക്ക് കഴിവിൻ്റെ പരമാവധി ഞാനും പ്രസംഗിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? കൈയടിക്കും, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യും. ചിലപ്പോൾ നിരാശയോടെ ഇരിക്കും. ഒരു ആൾ കുറഞ്ഞതിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ടാകാം. ശരീരത്തിൻ്റെ ബലഹീനത, വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ പിശാച് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഒരു മാസത്തിൽ കൂടുതലായി നമ്മുടെ പ്രത്യേക പ്രാർത്ഥന തുടങ്ങിയിട്ട്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആ മാസത്തിൻ്റെ അവസാന ദിവസം നമ്മൾ ആരംഭിച്ച പ്രാർത്ഥന തൊട്ട് വെളിപ്പെടുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് സ്തോത്ര, ആ ഭയങ്കര ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ കർത്താവ് പകർന്നു വിടുതലുകൾ ചെയ്യുമ്പോൾ സ്തോത്രം നമുക്ക് വലിയ വിശ്രമം എന്നാണ്. അതല്ല, അതിനെ എത്രത്തോളം എതിർക്കാൻ പറ്റുമോ അത്രയും എതിർക്കുന്ന ഒരു സാത്താന്യ വ്യാപാരമുണ്ട്. അവിടെയാണ് കർത്താവ് ഇറങ്ങി നിന്നുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യം തരാം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിലെ സ്വാതന്ത്ര്യം. 3 വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഇപ്പൊ വായിച്ചെടുത്ത് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. സ്തോത്രം. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. വളരെ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം. ദൈവവചനം നമുക്ക് വരുത്തുന്ന സ്വാതന്ത്ര്യമുണ്ട്. ദൈവവചനം നിങ്ങളുടെ അകത്ത് അറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷ ഹല്ലേലൂയ ഒരു വചന ശുശ്രൂഷയായി ചില മിനിറ്റുകൾ കൂടെ ഈ പ്രസംഗം നീങ്ങുമ്പോൾ ഈ വചനത്തിനൊരു വ്യക്തതയോടുള്ള ഉദ്ദേശമുണ്ട്. സ്തോത്രം. നമുക്ക് ക്ഷീണവും പ്രയാസവും ഒന്നും വരാൻ അനുവദിക്കരുത്. നമ്മുടെ സ്തോത്രം. ഈ വചനത്തിന് നിന്നെ സ്വതന്ത്രമാക്കാൻ പറ്റും. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ബൈബിളിൽ ഒരുപാട് കിടക്കുന്ന ഒരു വാക്കാണ്, ഒരുപാട് വിശദീകരിച്ചിരിക്കുന്ന വിഷയമാണ് ഈ സ്വാതന്ത്ര്യവും അടിമത്വവും. സ്തോത്രം. പിശാച് നമ്മെ അടിമ നുഖത്തിൽ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമുക്ക് ഹല്ലേലൂയ സ്വാതന്ത്ര്യം തരാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അസാധാരണമായി പുത്രന് മാത്രമേ സ്വാതന്ത്ര്യം വരുത്താൻ പറ്റത്തുള്ളൂ, പരിശുദ്ധാത്മാവിനെ വരുത്താൻ പറ്റത്തുള്ളൂ, വചനത്തിനെ വരുത്താൻ പറ്റത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനോ നിങ്ങളുടെ കഴിവുകൾക്കോ നിങ്ങളുടെ കയ്യടിക്കോ ഒന്നും അത് വരുത്താൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ കർത്താവാണ് ഹല്ലേലൂയ സ്വാതന്ത്ര്യം വരുത്തുന്നത്. ഗലാത്യർ 5:1 പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, പിന്നെ നുഖത്തിൽ വീണ്ടും കുടുങ്ങരുത്. ദയവായിട്ട് ഈ വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈ പ്രസംഗത്തിന്റെ ആശയവുമായി ചേർന്ന് വരണം. കാണാതെ അറിയാന്നുള്ള വാക്യങ്ങളാണ്. ഇതെല്ലാം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് ഈ പുസ്തകവും മാറോട് ചേർത്തിട്ട് ഞാൻ പറയുന്നു, ഒരൊറ്റ വ്യക്തി അടിമയായി കിടക്കരുത്. ഒരു വിഷയത്തിൽ അടിമത്വത്തിൽ കിടക്കരുത്. ഇന്ന് പകൽ വ്യക്തമായ സ്വാതന്ത്ര്യത്തോടെ പുറത്തു വന്ന് ദൈവത്തെ ആരാധിക്കണം. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ പറ്റുമെങ്കിൽ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഒരു പ്രതിസന്ധി വരുമ്പോഴും ഒരു ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ മധ്യത്തിലാകുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കായി ശക്തമായി പ്രവർത്തിക്കാൻ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് പറ്റും. ഒരു വ്യക്തിയോട് ചേർന്ന് അടുത്ത വ്യക്തി കൂടെ ക്ഷീണിക്കുകയല്ല, ക്ഷീണിച്ചിരിക്കുന്നവനെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് സകലരുമായി പ്രാർത്ഥിക്കുക. ഏത് അടിമത്വത്തിന്റെ ആഴത്തിൽ പിശാചിട്ടിട്ടുണ്ടോ, ഏത് നുഖം നമ്മെ തകർക്കുന്നുണ്ടോ, ഇന്ന് പകൽ കർത്താവിനത് പൊളിക്കാൻ പറ്റും. സ്തോത്രം. സ്വാതന്ത്ര്യം അനുഭവിച്ചവരോട് പറയുന്നു, നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങരുത്. അതിനൊക്കെ വലിയ സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ ആഴമായ അർത്ഥങ്ങളുണ്ട്. നീ അടിമയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. എന്നാൽ നീ സ്വതന്ത്രമാകണമെന്ന് ഇഷ്ടപ്പെടുന്ന സ്വർഗം പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും, ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തും. അപ്പൊ ഹല്ലേലൂയ, ആ വചനത്തിന്റെ ചിന്തകൾക്കകത്ത് നിന്ന് ചില മേഖലയ്ക്കകത്ത് സ്വാതന്ത്ര്യം എടുത്ത് കർത്താവിനെ സ്തുതിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ 3 വിഷയങ്ങൾ ഇതിന്റെ അകത്ത് ചലിക്കണം. കർത്താവിന്റെ കരം ചലിക്കണം, പരിശുദ്ധാത്മാവ് ചലിക്കണം, വചനത്തിന്റെ ശക്തി ചലിക്കണം. ഇത് ചലിക്കാൻ തുടങ്ങിയാൽ സ്തോത്രം, സ്വാതന്ത്ര്യം ഉറപ്പാണ്.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത് ചലിക്കാൻ അനുവദിക്കാത്തത്. അതുകൊണ്ടാണ് ഈ മേഖലയ്ക്കകത്ത് നമുക്ക് വലിയ ആമേൻ ഹല്ലേലൂയ ക്ഷീണങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്നത്. സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ ഇന്ന് പകൽ സ്വാതന്ത്ര്യത്തോടെ പോകണം. ഞാൻ പറയട്ടെ, നമ്മുടെ യോഗ്യത ഒന്നും അതിന് ആധാരമല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ യോഗ്യത കൊണ്ട് നമുക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി വില മുടക്കിയത് കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. കർത്താവ് ചെയ്തു, കർത്താവ് വില കൊടുത്തു, കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ വില നൽകിയത് കൊണ്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം വെളിപ്പെടുന്നത്, നമുക്ക് ആത്മശക്തി ലഭിക്കുന്നത്, വചനം നമുക്ക് വിടുതലായി മാറുന്നത്. എന്തുകൊണ്ടാണ്? യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്കായി, നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി കർത്താവ് വില മുടക്കി. നമ്മുടെ വിടുതലിന് വേണ്ടി യേശു കർത്താവ് വില മുടക്കി. ആ വിടുതൽ ഇന്ന് പകൽ നമ്മിലേക്ക് സംഭവിക്കണം. നിങ്ങൾ കാൽവരി ക്രൂശിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, അതാ ഞാൻ പറഞ്ഞു, യേശു കർത്താവിൽ വിശ്വസിച്ച വിടുതൽ. പക്ഷെ യേശുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന പലരും വേദനയും ഭയവും നിരാശയും അടിമത്വത്തിലുമാണ്. സ്വസ്ഥതയില്ലാതെ അവർ അവരുടെ ജീവിതത്തെ കഴിച്ചു കൂട്ടുന്ന അനുഭവങ്ങളുണ്ട്. അതിനൊരു മാറ്റം ആമേൻ നമ്മുടെ ജീവിതത്തിൽ വന്നേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഇത് ഹല്ലേലൂയ ആഴത്തിൽ അടിയുറച്ച ഒരു വിശ്വാസമായി ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ വന്നാൽ മാത്രമേ ആമേൻ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ആമേൻ. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. അങ്ങനെയെങ്കിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് സാക്ഷാൽ സ്വാതന്ത്ര്യം? യേശു വരുത്തുന്ന സ്വാതന്ത്ര്യം. ആമേൻ. സ്തോത്രം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് വരുത്തുന്ന സ്വാതന്ത്ര്യം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. സ്തോത്രം. വചനം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം. അത് ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഹല്ലേലൂയ അത് മനസ്സിലാകണമെന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് വ്യക്തിപരമായി ചിന്തിച്ചു നോക്കിയേ, എന്തിനെ കുറിച്ചായിരിക്കും ഇത് പറയുന്നേ? ഏത് സ്വാതന്ത്ര്യം, ഏത് അടിമത്തം, അതിൻ്റെ പവർ എത്രമാത്രമായിരിക്കും? യേശു കർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തണമെങ്കിൽ ഞാൻ എത്രത്തോളം അടിമയാണ്? പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യം വരുത്തണമെങ്കിൽ ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് എത്രയോ ശക്തമായി എന്നെ അടിമപ്പെടുത്തുന്ന ഘടകമുണ്ട്. അതുകൊണ്ടല്ലേ ഈ ശക്തി ചലിക്കേണ്ടി വരുന്നത്, അതുകൊണ്ടല്ലേ കർത്താവ് ഇത് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ തലമുറയെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ ഈ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പകൽക്കാലം അസാധാരണമായ ഒരു സ്വാതന്ത്ര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് പകരും. ദൈവം പകരുന്ന സ്വാതന്ത്ര്യം സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. ഒന്നാമത് നമുക്ക് ബൈബിൾ പഠിച്ചാൽ ആവശ്യമായ സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നാണ്. ഞാൻ ഓടിച്ചോടിച്ചൊന്നിനും എൻ്റെ വിഷയം മറ്റൊരു മേഖലയിലാണ് എനിക്ക് പ്രാർത്ഥനയ്ക്കായി പറയേണ്ടത്. പക്ഷെ ഇത് പറയാതെ മുമ്പിലേക്ക് പോകാൻ പറ്റത്തില്ല. പാപത്തിൽ നിന്നാണ് ഒന്നാമത്തെ സ്വാതന്ത്ര്യം. സ്തോത്രം. ലോകം കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലൻ, ശ്രദ്ധിച്ച് കേൾക്കണമേ, അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യൻ, വെളിപ്പാടുകളുടെ ആധിക്യമുള്ള ദൈവിക അത്ഭുതങ്ങളുടെ ആമേൻ ഹല്ലേലൂയ കലവറ തുറന്ന അഭിഷക്തനാണ് പൗലോസ് എന്ന് പറയുന്ന അഭിഷക്തനായ ദൈവ മനുഷ്യൻ. ആ മനുഷ്യൻ ഹല്ലേലൂയ കരയുന്ന കരച്ചിൽ ഇതാണ്: നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ, രക്ഷിക്കപ്പെട്ട സകലരും ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്കൊരു വിടുതൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കൊരു വിടുതൽ വേണം. ആ രക്ഷിക്കപ്പെട്ട ഞാൻ അതുകൊണ്ട് അത്രയും എടുത്തു പറഞ്ഞു, അദ്ദേഹം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അസാധാരണ വ്യക്തിത്വത്തിനോട് അസാധാരണ അഭിഷക്തന്റെ കരച്ചിലും പ്രാർത്ഥനയുമാണ്. ഞാൻ അരിഷ്ട മനുഷ്യനാണ്, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നു. ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നെങ്കിൽ ഞാനല്ല ആമേൻ അത് ചെയ്യുന്നത്, എന്നിൽ വസിക്കുന്ന പാപമാണ് അത് ചെയ്യുന്നത്. അതെന്നെ പാപത്തിന് അടിമപ്പെടുത്തുന്നു, ബദ്ധനാക്കുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. പൗലോസിനെ ആമേൻ സ്തോത്രം അടിമപ്പെടുത്തിക്കൊണ്ട് തൻ്റെ മേൽ വാഴുന്ന ഒരു പാപത്തെ കുറിച്ച് താൻ കരയുന്നത്. ആ കരച്ചിൽ നിങ്ങൾക്ക് ആമേൻ മനസ്സിലാകുമെന്ന വിശ്വാസം. ഇതൊരു ആമേൻ 99% അല്ല, 100% ആമേൻ വ്യക്തികളുടെയും വിഷയമാണ്. അവരുടെ പ്രാഗൽഭ്യത്തെ, അവരുടെ ആത്മാർത്ഥതയെ, അവരുടെ ശുശ്രൂഷകളെ, അവരുടെ പ്രാർത്ഥനയെ, അവരുടെ മുന്നേറ്റത്തെയൊക്കെ തടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ കരച്ചിൽ. സ്തോത്രം. കരച്ചിൽ അകത്തുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചവരാണ് കേട്ടോ. ആമേൻ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബലഹീനതകൾ തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ജയം. ഒരു പാപം എന്നെ അടിമപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവാണ് ജയമെന്ന് പറയുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം. പലർക്കും അത് തിരിച്ചറിവില്ല. ഒരു വിഷയം എന്നെ തോൽപ്പിക്കുന്നു എന്നൊരു ദൈവ പൈതൽ തിരിച്ചറിയുന്നതാണ് അവന്റെ ജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പൗലോസ് തിരിച്ചറിഞ്ഞു, എന്നെ ബദ്ധനാക്കുന്ന ഒരു പാപത്തിന്റെ പ്രമാണം എൻ്റെ ശരീരത്തിൽ ഞാൻ കാണുന്നുണ്ട്. അവൻ സമ്മതിക്കുന്നു, അതെന്നെ അടിമപ്പെടുത്തുന്നു. സ്തോത്രം. നമ്മൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അടിമപ്പെടുന്നതിനോട് നിങ്ങൾ തോറ്റിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വേണമെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് അദ്ദേഹം അലറിക്കരഞ്ഞ് കേൾക്കുന്ന, ആരെന്നെ വിടുവിക്കും?
എങ്ങനെയാ ഇതിനകത്തുനിന്നൊരു സ്വാതന്ത്ര്യം കിട്ടുന്നത്? എങ്ങനെയാ ഒരു വിടുതൽ എനിക്ക് ഇതിനകത്ത് പ്രാപിക്കാൻ പറ്റുന്നത്? സ്തോത്രം. വിടുതൽ പ്രാപിക്കാൻ പറ്റത്തില്ല എങ്കിൽ കർത്താവ് പറഞ്ഞത് ആമേൻ വ്യർത്ഥമാണ്. പക്ഷേ കർത്താവ് നമ്മോട് പറയുന്നത്, ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തന്നാൽ സാക്ഷാൽ നീ സ്വതന്ത്രനാകും. എൻ്റെ ആത്മാവ് വരുത്തുന്ന സ്വാതന്ത്ര്യം സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. എൻ്റെ വചനം നിനക്ക് വരുത്തുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, അത് സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. സ്തോത്രം. അത് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റണം. സ്തോത്രം. റോമലേഖനം 6-ാം അധ്യായം 22-23 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച്. 6:22-23. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. അതേ പൗലോസ് തന്നെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരായ നിങ്ങൾ. ആരൊക്കെയോ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. സ്തോത്രം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുവോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുവോ? ആമേൻ. സ്തോത്രം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ കഴിയും. രക്ഷിക്കപ്പെട്ട മനുഷ്യൻ ആമേൻ ഹല്ലേലൂയ പാപനുഖത്തിൽ കുടുങ്ങിക്കിടക്കരുത്. മുറുകെ പറ്റുന്ന പാപങ്ങളിലും ആമേൻ സ്തോത്രം പൈശാചികമായ ശക്തികൾ കടത്തിവിടുന്ന ആമേൻ സ്തോത്രം പാപത്തിന്റെ ശക്തികളിലും കുടുങ്ങരുത്. അത് നമ്മളെ അടിമപ്പെടുത്തരുത്. അതിനകത്ത് നിന്ന് ആത്മാവിലെ സ്വാതന്ത്ര്യം നമുക്കുണ്ടാകണം. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവരായ നമുക്ക് ലഭിക്കുന്നത് ആമേൻ നിത്യജീവനാണ്, വിശുദ്ധീകരണമാണ് എന്നൊക്കെ പൗലോസ് പഠിപ്പിക്കുന്നു. റോമലേഖനം 6-ാം അധ്യായം നമുക്കറിയാം. പാപസംബന്ധമായി മരിച്ചവരെ കുറിച്ച് സ്നാനപ്പെടുന്നതിനെ കുറിച്ചൊക്കെ 6-ാം അധ്യായം 1-ാം വാക്യം തൊട്ട്. സ്തോത്രം. പാപസംബന്ധമായി മരിക്കുന്നതും പാപജഡത്തെ കുഴിച്ചിടുന്നതും അതൊക്കെയാണ് ഇവിടെ എപ്പോഴും പ്രസംഗിക്കുന്നത്. സ്തോത്രം. ആ പാപ മനുഷ്യനെ കൊണ്ട് കുഴിച്ചിടുന്നതാണ് സ്നാനമെന്ന്. ആമേൻ ഹല്ലേലൂയ മരിച്ച മനുഷ്യനെ കുഴിച്ചിട്ട് നീ ഹല്ലേലൂയ പുറത്തു വരുന്നത് പുതു മനുഷ്യനോടെയാണെന്ന് സ്വർഗം ഹല്ലേലൂയ അംഗീകരിച്ച ആമേൻ ഒരു ഹല്ലേലൂയ വിശുദ്ധ ജീവിതം നയിക്കാൻ അത് അനിവാര്യമാണെന്നൊക്കെയാണ് റോമലേഖനത്തിൽ പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഞാൻ അത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, ഒത്തിരി വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങൾ ഹല്ലേലൂയ വളരെ ശ്രദ്ധിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ അവിടെ ഉറപ്പിച്ച് പറയുന്നത്, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഒരു മനുഷ്യന് ആവശ്യമാണ്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അത് വരുത്താൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു മതത്തിനും കഴിയത്തില്ല, ഒന്നിനും കഴിയത്തില്ല. അത് തരാൻ പറ്റുന്നത് യേശുവിന് മാത്രമാണ്. കാരണം യേശു കർത്താവ് മാത്രമാണ് പാപത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത്. ഞാൻ അതിനെക്കുറിച്ച് നാളത്തെ പകൽക്കാലം കുറച്ചുകൂടെ പറയാം. നാളെ നമുക്ക് തിരുമേശയുടെയൊക്കെ ദിവസമാണ്. അതൊരു സന്തോഷ അനുഭവമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണമേ, അവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വന്നവന് കിട്ടുന്നത് നിത്യജീവനാണ്. അതിനെക്കുറിച്ചൊക്കെ നാളെ നമ്മൾ ചിന്തിക്കുന്നത്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവന് ലഭിക്കുന്നത് നിത്യജീവനാണ്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വന്നില്ലെങ്കിൽ അവൻ എന്നാ കിട്ടും? നിത്യമരണം കിട്ടും. സ്തോത്രം. അതുകൊണ്ട് യഥാർത്ഥമായി യേശു കർത്താവിനെ ആമേൻ സ്തോത്രം വിശ്വസിച്ച് യേശു കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നിന്റെ പാപ ജീവിതത്തെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആമേൻ അവസാനിപ്പിച്ചുകൊണ്ട് നിന്റെ പാപ ശരീരത്തെ കുഴിച്ചിട്ടുകൊണ്ട് ആമേൻ നീ ഒരു പുതിയ ജീവിതം ആരംഭിക്കുക എന്നത് വളരെ ഹല്ലേലൂയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. 6-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ കൂടെ വായിച്ച്. 6-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നിങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിക്കണമേ. ഒരു വലിയ കരച്ചിലിന്റെ ഉടമയായ പൗലോസാണ് അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിശദീകരിക്കുന്നത്. ഞാൻ വല്ലാതെ പാപം ചെയ്തു പോകുന്നു, എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഹല്ലേലൂയ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞ മനുഷ്യനാണ് അതിനെക്കുറിച്ച് ഏറ്റവും വിശദീകരണവും പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അവിടെ ഹല്ലേലൂയ വ്യക്തതയോടെ പറയുന്നു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം, പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. ഒരിക്കൽ പാപത്തിന് അടിമകളായിരുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്കറിയാം 2-ാം ശനിയാഴ്ച ഉണർവ് യോഗം എന്ന് പറഞ്ഞ് നമ്മൾ വരുന്നു കഴിഞ്ഞാൽ പതിവ് പോലെ ഒരു ഉണർവ് സന്ദേശമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, എത്ര ഉണർത്തിയിട്ട് നമ്മുടെ കൺമുമ്പിൽ കൂടെ തകർന്ന ജീവിതം നയിക്കുന്നവരും നിത്യനരകത്തിലേക്ക് പോകുന്നവരുമാണെങ്കിൽ അതുകൊണ്ട് അർത്ഥമില്ല. എൻ്റെ ചിന്തയും എനിക്കിനി എത്ര സമയമുണ്ട് എനിക്കറിയത്തില്ല. നമ്മുടെ ചർച്ചിന് എത്ര സമയമുണ്ട്, ഈ ഭൂമിയിൽ നമുക്കിനി എത്ര സമയം കിട്ടും. ഒരു ഉരുൾപൊട്ടലൊക്കെ വന്നപ്പോൾ കുറേ പേര് പോയി. ഇങ്ങനെ എന്തെങ്കിലും ഒരു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സംഭവിച്ചാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. ഈ ലഭിച്ച സമയത്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നാളെ വരണേ, നാളത്തെ സന്ദേശമൊക്കെ നിങ്ങൾ ഗൗരവത്തോടെ കേൾക്കണം. ഈ സമയത്ത് നമുക്ക് ലഭിച്ചത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. സ്തോത്രം. ഞാൻ 100 പ്രസംഗങ്ങൾ പ്രസംഗിച്ച് നിങ്ങൾ എല്ലാവരും വലിയ വിടുതലിലേക്ക് അല്ലേ, എത്ര സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, എത്ര പേർക്ക് സ്വർഗം വിടുതൽ കൊടുക്കുന്നേ, പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിക്കുന്നത്. ഞാൻ വെറും ഭോഷനും അല്ലെങ്കിൽ ആ പ്രസംഗമെന്ന് ബൈബിൾ പറയുന്നത് ഭോഷത്വം, പക്ഷേ ദൈവത്തിന്റെ കൃപ
ദൈവകൃപയാൽ ഒത്തിരി പേർ വിടുവിക്കപ്പെടുന്നുണ്ട്. ഇന്ന് പകലും ആമേൻ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് വിടുതലുണ്ട്. ശരീരത്തിനും മനസ്സിനും കുടുംബത്തിനും ശാപങ്ങളും തിന്മകളൊക്കെ വേരോടെ പറഞ്ഞു പോകും. ഇതിനും വലിയ പ്രസംഗമൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശ്വാസം മതി. പക്ഷെ ഞാൻ പറയട്ടെ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരാത്ത ഒരുത്തന് കിട്ടുന്നത് നിത്യനാശമെങ്കിൽ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വന്നാൽ കിട്ടുന്ന നിത്യജീവനെങ്കിൽ, അവന് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരാൻ ആവശ്യമായത് പറഞ്ഞു കൊടുക്കണം. സത്യം അറിയുകയും സത്യം സ്വതന്ത്രനാക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ തേരിലിരുന്ന് വേദപുസ്തകം വായിച്ചു കേട്ട് ഷണ്ണൻ വിശദീകരണം കേട്ട് ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ വിശദീകരിച്ചു കൊടുത്തപ്പോ അദ്ദേഹത്തിന് ആ വചനം കൊടുത്ത സ്വാതന്ത്ര്യമാണ് വെള്ളമുള്ള സ്ഥലം എത്തിയ ഉടൻ രണ്ടുപേരുമായിട്ട് സ്നാനപ്പെടാൻ ഇറങ്ങിയത്. അദ്ദേഹം അതിനെ കുടഞ്ഞു കളയാൻ തയ്യാറായി. അത് വളരെ ഇമ്പോർട്ടൻ്റാ. നമ്മൾ ഇനി കേൾക്കുന്ന വിഷയം അതാ. നമ്മുടെ മേൽ കിടക്കുന്ന നുകം വച്ചുകൊണ്ട് മുമ്പിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാകരുത്. സ്തോത്രം. പാപത്തെ താലോലിച്ചു കൊണ്ടുപോകരുത്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരാൻ പഴയ മനുഷ്യനെ ക്രൂശിക്കുന്നത്, ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെടുന്നതും 6-ാം അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവരാണ് നമ്മൾ. നമ്മളായിട്ട് വീണ്ടും അടിമനുഖത്തിൽ പോകാൻ തയ്യാറല്ലെങ്കിൽ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവർ ഇതിനകത്തിരിക്കുന്ന സ്നാനപ്പെട്ട മുഴുവൻ പേരും യഥാർത്ഥമായി സ്നാനപ്പെട്ടവർ. ഞാൻ പറയട്ടെ, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ എന്തോ ഒരു സന്തോഷക്കുറവ് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നെങ്കിൽ, മക്കളെ, കർത്താവ് എന്ന് പറഞ്ഞ്, യേശു എന്ന് പറഞ്ഞ് ഹൃദയത്തിൻ്റെ അകത്ത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മറ്റൊന്നിനുമല്ല നന്ദി പറയണ്ടേ, മറ്റൊരു അത്ഭുതമല്ല നമ്മുടെ ജീവിതത്തിൽ നടന്നത്. നമ്മൾ തുള്ളിച്ചാടേണ്ടത് പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതൊരു ചെറിയ കാര്യമല്ല. പാപത്തിൽ നിന്ന് ദൈവം തരുന്ന സ്വാതന്ത്ര്യം അത് ചെറിയ വിഷയമല്ല. അങ്ങനെ ലഭിച്ച ഒരൊറ്റ കുഞ്ഞു പോലും പ്രയോജനമില്ലാത്ത ജീവിതം ഈ ഭൂമിയിൽ നയിക്കരുത്. അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ച ഒരൊറ്റ കുഞ്ഞു പോലും കർത്താവിനെ സ്നേഹിക്കാതിരിക്കരുത്. ആ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് നിത്യജീവൻ ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ നിത്യ നരകമാണ്. അപ്പൊ ക്രിസ്തു വരുത്തുന്ന, പാപത്തിൽ നിന്ന് യേശു വരുത്തുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിന് ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് നിങ്ങളിൽ ഇടപെട്ടിട്ട് ഇന്ന് പകൽക്കാലം നിങ്ങളെടുക്കുന്ന തീരുമാനം വളരെ ശക്തമാണ്. ഞാനത് മുമ്പിലേക്ക് മറ്റു വിഷയങ്ങൾ പറയുമ്പോൾ അതിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി തരാം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, സ്തോത്രം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അടിമയായിരുന്നു നമ്മൾ. പാപത്തിന് അടിമയായിരുന്നു. അതിന് ഇഷ്ടമുള്ള കണക്കിന് നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഒരു സ്വാതന്ത്ര്യം ദൈവം തന്നു. സ്തോത്രം. ഒരു സ്വാതന്ത്ര്യം ദൈവം തന്നു. പാപത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം തന്നു. അത് യേശു കർത്താവ് നിമിത്തമാ, യേശുവിന്റെ രക്തമാ. സ്തോത്രം. അതാ നാളെ നമ്മൾ തിരുമേശയൊക്കെ എടുക്കുന്നത്. സ്തോത്രം. കർത്താവിന്റെ രക്തത്താല വീണ്ടെടുക്കപ്പെട്ടത്. സ്തോത്രം. നമുക്ക് ആ ആഴമായ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. പുത്രൻ വരുത്തിയ സ്വാതന്ത്ര്യം ഘോഷിക്കുന്നവരാകണം. സ്തോത്രം. അല്ലേ, നമ്മളെ പാഠത്തിലെ കുഞ്ഞാട്ടിൻ തിരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, ആർപ്പോടെ നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. പക്ഷെ പലർക്കും അതിന് കഴിയുന്നില്ല. പലരും അടിമത്വത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ കിടക്കുക. ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, യേശു എനിക്ക് തന്ന സ്വാതന്ത്ര്യം ഞാൻ ഹല്ലേലൂയ അനുഭവിക്കുന്നവനാണ്. ആ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തരാൻ ഇന്ന് പകൽ ആരെങ്കിലും ഏതെങ്കിലും പാപത്തിന്റെ അടിമത്വത്തിൽ കിടക്കുന്നെങ്കിൽ യേശു കർത്താവിന് സ്വാതന്ത്ര്യം വരുത്താൻ പറ്റും. യേശുവിന് മാത്രമേ സ്വാതന്ത്ര്യം വരുത്താൻ പറ്റത്തുള്ളൂ. ആ കർത്താവ് വരുത്തുന്ന സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കണം. സ്തോത്രം. ആമേൻ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ഒരു വലിയ സമൂഹം ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അത് കർത്താവ് നിമിത്തമാണ്. സ്തോത്രം. അപ്പൊ ഏതൊക്കെയോ പാപത്തിന് അടിമകളായി കിടക്കുന്നെങ്കിൽ കർത്താവിനോട് പറ, ആ അടിമത്വത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണം. പാപം എന്നെ അടിമപ്പെടുത്തരുത്. എനിക്കൊരു സ്വാതന്ത്ര്യം ദൈവം തരണം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നമുക്കത് ഏറ്റെടുക്കാൻ പറ്റാതെ നമ്മളെ മനസ്സ് ക്ഷീണിക്കുകയും നമ്മുടെ ഹൃദയം തുറക്കാതെയൊക്കെ ആയിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള പ്രസംഗമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നിങ്ങൾ ഹല്ലേലൂയ തിരിച്ചറിയണം, പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇറങ്ങാതെ വണ്ണം നിങ്ങളെ പൂട്ടും. അതുകൊണ്ടല്ലയോ എത്രയോ കാലം കൊണ്ട് വചനം കേട്ടിട്ട് മാനസാന്തരം വരാതെ ആൾക്കാർ ഇരിക്കുന്നത്, ശരിക്ക് സ്നാനപ്പെടാൻ തയ്യാറാകാത്തത്, ആത്മശക്തി പ്രാപിച്ച് ആരാധിക്കാൻ തയ്യാറാകാത്തത്. എവിടെയാ പിശാച് നമ്മെ കൊടുക്കുന്നത്? ഈ വചനമൊക്കെ സ്തോത്രം പൂർണ്ണമായി മായ്ച്ചു കളഞ്ഞുകൊണ്ട് മറ്റൊരു തലമായി ഇന്ന് നമ്മൾ കാണുന്നത്. നിങ്ങളോട് പറയട്ടെ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചില്ലെങ്കിൽ നീ പിശാചിന് അടിമയാണ്. സകല
തിന്മയ്ക്ക് നീ അടിമയാണ്. ഒന്നാമത് മനുഷ്യന് ആവശ്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ അവന് ലഭിക്കുന്ന നിത്യജീവനാണ്. നിത്യജീവൻ എന്ന് വല്ലതും പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? വരാൻ പോകുന്നതിനെ കുറിച്ചല്ല, ഇവിടെ ജീവിക്കുന്ന സമൃദ്ധിയായ ഒരു ജീവിതം. ആ ജീവിതത്തിന്റെ അകത്ത് സ്വർഗം വെച്ച സകല നന്മകളും നീ അനുഭവിക്കണം. സ്തോത്രം. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. സ്വർഗം വെച്ച സകല നന്മകളും നീയും തലമുറയെ അനുഭവിക്കണം. അതാ ദൈവത്തിന്റെ വ്യവസ്ഥ. ദൈവം പറയുന്ന സകല അനുഗ്രഹങ്ങള് നമ്മിലേക്ക് ഒഴുകണം. എന്നാൽ അത് ഇല്ല എന്നും അത് സംഭവിക്കത്തില്ലെന്ന് പിശാച് പറയുന്ന വ്യാജങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കുടഞ്ഞു കളഞ്ഞേച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവൻ സ്വാതന്ത്ര്യത്തോടെ ആത്മാവിൽ ആരാധിച്ച് ജയത്തോടെ സാത്താന്യ ശക്തികളെ തകർത്ത് മുമ്പിലേക്ക് പോകണം. അതിനാ ദൈവം നമ്മെ വിളിച്ചേ. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 2, ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. സമയം മുമ്പിലേക്ക് ഓടിപ്പോകുക. ശാപം എന്ന് പറയുന്നത്, അനുഗ്രഹവും ശാപവും എന്ന് പറയുന്നത് മനുഷ്യൻ ഹല്ലേലൂയ ബൈബിൾ പഠിച്ചാൽ വ്യക്തതയോടെ കിടക്കുന്നത്. നിങ്ങൾ എന്നെ നോക്കണേ, നിങ്ങൾ എന്നെ നോക്കണം. ഞാൻ നിങ്ങളുടെ തലയിൽ പിടിച്ചിട്ട് ഇനി എന്നാ കുലിക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും സ്തോത്രം ആമേൻ ഹല്ലേലൂയ, നിന്റെ ശാപം മാറത്തില്ല. ശാപം മാറ്റാൻ യേശുവിനെ പറ്റത്തുള്ളൂ. ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം യേശുവിന് വരുത്താൻ പറ്റും, പരിശുദ്ധാത്മാവിന് വരുത്താൻ പറ്റും. ആ പരിശുദ്ധാത്മാവ് വരുത്തുന്ന സ്വാതന്ത്ര്യം ഒരുത്തൻ അനുഭവിച്ചാൽ മാത്രമേ അവന്റെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് കയറത്തുള്ളൂ, നന്മയിലേക്ക് കയറത്തുള്ളൂ. നമ്മൾ രക്ഷിക്കപ്പെട്ടവർക്ക് ശാപമുണ്ടോ എന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന അനേകർ, പുസ്തകം പിടിച്ചു നടക്കുന്ന അനേകര് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരല്ല. സ്തോത്രം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വന്നവന്റെ ജീവിതം ഭയങ്കര വ്യത്യസ്തമാണ്. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ, വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഉറക്കം വരുന്നെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് എന്നൊക്കെ കേട്ടോ. നമ്മൾ ഹല്ലേലൂയ, ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് പൈശാചിക തന്ത്രം. ഇതുപോലുള്ള ആഴമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ഷീണോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റൊരു അനുഭവം വരുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഉണർവുണ്ട്. ഒരാൾ കൈയടിക്കുമ്പോൾ കൂടെ കൈയടിച്ചും അതിനെ പ്രോത്സാഹിപ്പിച്ചും കൊണ്ട്, കാരണം നമ്മൾ അങ്ങ് ഒരു വലിയ ഉണർവ് ക്രിയേറ്റ് ചെയ്തിരിക്കും. പക്ഷേ നമ്മളുടെ ജീവിത അടിമത്വത്തിൽ അത് അവിടെയാ പിശാച് ജയിക്കുന്നത്. ഈ സന്ദേശത്തിന്റെ അകത്ത് നിങ്ങൾക്കൊന്ന് കയറാൻ പറ്റി അതിലൊന്ന് ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയാൽ വരുന്ന വിടുതൽ, അത് നിലനിൽക്കുന്ന വിടുതലും അസാധാരണമാണ്. സാക്ഷാൽ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന പൈശാചിക ശക്തിയുണ്ട്. സാക്ഷാൽ സ്വാതന്ത്ര്യം ഈ പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം. ആമേൻ. ചിലരൊക്കെ പറയും പോലെ, കർത്താവേ ഒരു ദിവസമെങ്കിലും എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയണേ. അങ്ങനെ പറഞ്ഞ് ഇരക്കാൻ നടക്കരുത്. നിനക്ക് ദൈവം വെച്ച സ്വാതന്ത്ര്യമുണ്ട്. അഭിഷേകം ഉണ്ടോ? അത് പൂർണ്ണമായും പ്രാപിക്കാൻ നമുക്ക് പറ്റണം. അനുഗ്രഹങ്ങൾ ദൈവം വെച്ചത് പൂർണ്ണമായി എൻ്റെ മേലും തലമുറയുടെ മേലും വരണം. എന്തൊക്കെയോ ഹല്ലേലൂയ ചെയ്തു തുടങ്ങി മുമ്പോട്ട് പോകുമ്പോൾ എവിടെയൊക്കെയോ കുരുക്കുന്ന വല്ലാത്ത പൈശാചിക മണ്ഡലമുണ്ടെങ്കിൽ ഇന്ന് പകൽ അതിനെ ഉടയ്ക്കണം. നീ തിരിച്ചറിയണം എന്തിനു വേണ്ടി ദൈവം നിന്നെ വിളിച്ചു. ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും നിന്റെ ജീവിതത്തിൽ? ദൈവവചനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കാൽവരി ക്രൂശിൽ യേശു തകർക്കപ്പെട്ടത് നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണെങ്കിൽ ആ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണം. സ്തോത്രം. ശാപമുണ്ട്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം വിളിച്ച കൊച്ചു പറഞ്ഞു ജാതകദോഷമാണ്. സ്തോത്രം. ഞങ്ങൾക്ക് നീ എന്തിനാ പുസ്തകം എടുക്കുന്നേ? ആമേൻ. ആ സകല ദോഷത്തെ നീക്കാനല്ലേ യേശു നിനക്ക് വേണ്ടി മരിച്ചത്. സകല ദോഷത്തെ നിന്ന്, നക്ഷത്രഫലം, സമയദോഷം, എന്തൊക്കെയാ മനുഷ്യൻ പറയുന്നത്. ഇതിനെയൊക്കെ പിഴുതെറിഞ്ഞുകൊണ്ടല്ലേ യേശു കർത്താവ് നിനക്ക് വേണ്ടി യാഗമായത്. എന്തുകൊണ്ടാ നമുക്ക് അതിനകത്തുനിന്ന് സ്വാതന്ത്ര്യം വരാത്തെന്നറിയാമോ? ആമേൻ. ആരോ ആമേൻ ആ കൊച്ചിനെ വഞ്ചിച്ചു. അവൾക്ക് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം യഥാർത്ഥമായി ലഭിച്ചില്ല. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിച്ചില്ലെങ്കിൽ ശാപങ്ങളെല്ലാം കൂടപ്പുറപ്പിനെ പോലെ കൂടെ കാണും. അതുകൊണ്ടാണ് ആദ്യം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. ആരെങ്കിലും ഇതിൻ്റെ അകത്ത് ക്രിസ്തു വരുത്തിയ സ്വാതന്ത്ര്യം അനുഭവിക്കാതിരിക്കുന്നെങ്കിൽ അത് അനുഭവിക്കണം. നീ യഥാർത്ഥമായി യേശുവിൽ വിശ്വസിച്ച് കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ചെങ്കിൽ ഒരു നിമിഷം പോലും മുമ്പിലേക്ക് ആ പാപ ശരീരവും കൊണ്ട് പോകാൻ പറ്റത്തില്ലെന്നാ വാസ്തവം. പിശാച് നിന്നെ അടിമപ്പെടുത്തരുത്. കുഴിച്ചിടണം നിന്റെ പാപ ശരീരത്തെ. ആമേൻ. ഹല്ലേലൂയ. ജീവന്റെ പുതുക്കത്തിൽ നീ എഴുന്നേറ്റിട്ട് തൻ്റെ ഇടത്തോടെ പറഞ്ഞു, ഞാൻ ദൈവ പൈതലാണ്. ഒരു ശാപത്തിനും പിടിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ നീ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ നീ തയ്യാറാകണം. സ്തോത്രം. അനുഗ്രഹവും ശാപവും ബൈബിളിൽ ആമേൻ ഒത്തിരി ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഓടിച്ചു പറയുക. സന്തോഷമുള്ളവരൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. നമുക്കറിയാം അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് 2 മക്കൾ തനിക്കുണ്ടായി, യാക്കോബും യേശാവും. യേശാവും
യാക്കോബ് സ്തോത്രം. യേശാവ് വലിയ ഹല്ലേലൂയ നായാട്ട് വീരനായിരുന്നു, അപ്പൻ ഇഷ്ടനായിരുന്നു യേശാവ്, അമ്മയ്ക്ക് ഇഷ്ടപുത്രനായിരുന്നു യാക്കോബ്, അവൻ കൂടാരവാസിയ സ്തോത്രം. ഇസഹാക്ക് വയസ്സ് എന്ന് വൃദ്ധനായി, കണ്ണു മങ്ങി സ്തോത്രം. മരണനാൾ അടുത്തപ്പോൾ മൂത്ത മകനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, വേട്ടയിറച്ചി തന്ന് അനുഗ്രഹിക്കാം, നീ വേട്ടയാടി ഹല്ലേലൂയ ആഹാരം കൊണ്ടുവരാൻ പറഞ്ഞു. വളരെ ശ്രദ്ധിച്ച് 1-2 കാര്യങ്ങൾ ഓടിച്ച് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ പറഞ്ഞ വചനത്തെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മൂത്തവൻ വേട്ട തേടാൻ പോയപ്പോൾ ഇളയവന് ഇഷ്ടമുള്ളതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു? നല്ല ആടിനെയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ കറി വെച്ച്, അപ്പൻ ഇഷ്ടമുള്ള രീതിയിൽ കറി വെച്ച്, മൂത്തവന്റെ ശരീരം പോലെ രോമമൊക്കെ വെച്ച് മറച്ച് യാക്കോബിനെ പറഞ്ഞു വിട്ടു. ഭക്ഷണം കഴിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് യാക്കോബിനെ ഇസഹാക്ക് അനുഗ്രഹിച്ചു. ഹൃദയം തുറന്ന് അനുഗ്രഹിച്ചു. ഭയങ്കര വിലയാ. മാതാപിതാക്കളുടെ അനുഗ്രഹത്തിനൊക്കെ ഭയങ്കര വിലയുണ്ട് കേട്ടോ സ്തോത്രം. അവൻ അങ്ങ് അനുഗ്രഹിച്ചു, ഹൃദയം തുറന്ന് അനുഗ്രഹിച്ചു. അനുഗ്രഹം മേടിച്ചുകൊണ്ട് യാക്കോബ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ യേശാവ് വേട്ടയിറച്ചി പാവം കാട്ടിൽ ചെന്ന് വേട്ടയാടി മെനക്കെട്ട് പിടിച്ച് കറി വെച്ച് കൊണ്ടുവന്ന്, അപ്പ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, നിന്റെ അനുഗ്രഹമൊക്കെ മറ്റവൻ കൊണ്ടുപോയി. സ്തോത്രം. അത് ഒരുപാട് വിശദീകരണം നമ്മൾ പ്രസംഗിച്ചൊക്കെ അറിയാമോ. ന്യായമായതല്ലാതെ ഒന്നും ദൈവം ചെയ്യത്തില്ല. അവൻ ഒത്തിരി അലക്ഷ്യമാക്കി, അവൻ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം കളഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ യേശാവിനെ കുറിച്ചുണ്ട്. അവൻ വളരെ വ്യക്തതയോടെ എബ്രായ ലേഖനം വിളിച്ചു പറയുന്ന വിഷയം അതാ, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം കളഞ്ഞവനെ പോലെ നീ നിന്റെ നിത്യത കളയരുത്. വളരെ ഗൗരവമാണ് സ്തോത്രം. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ കളയുന്ന നന്മ വലുതാ. നാളെ നമ്മൾ അതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കാമെന്ന് എൻ്റെ ഹല്ലേലൂയ ആഗ്രഹം സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇവൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അപ്പാ എനിക്കൊരു നന്മയില്ലേ? അവൻ പിന്നെ മാനസാന്തരത്തിന് ഇടകണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് യാക്കോബിനെ കുറിച്ചുണ്ട്. നിങ്ങൾ പ്രവചന ഭാഗങ്ങളിൽ സ്തോത്രം ഒത്തിരി ഇടത്ത് യേശാവിനെ കുറിച്ച്, യേശാവിൻ്റെ കൂടാരത്തെ കുറിച്ചൊക്കെ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല, കാരണം നിങ്ങൾ ക്ഷീണിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇവൻ വാവിട്ട് കരയുമ്പോൾ പറഞ്ഞ് എല്ലാ അനുഗ്രഹം അവൻ കൊണ്ടുപോയി. പക്ഷെ ഒരു കാര്യമുണ്ട് സ്തോത്രം, നിന്റെ മുകളിൽ നിന്ന് സ്തോത്രം അവൻ്റെ ഹല്ലേലൂയ ചുമട് നീങ്ങുന്ന ഒരു സമയം വരും. അന്ന് നിന്റെ നുകത്തെ നീ കുടഞ്ഞു കളയണമെന്ന് അപ്പൻ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 27:40 ഒന്ന് വായിച്ചേ. 27:40. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ നുകം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. നിങ്ങൾ ശ്രദ്ധിക്കണമേ സ്തോത്രം. ഈ യേശാവിന്റെ മേല് ഒരു ഹല്ലേലൂയ നുകം വന്നു സ്തോത്രം. ഒരു ശാപം, ഒരു നുകം അവന്റെ മേൽ വന്നു സ്തോത്രം. വളരെ മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറയുന്നത്, ഉണർവോടെ നിങ്ങൾ കേൾക്കണം. അപ്പനോട് ചോദിക്കുക, എനിക്കൊരു അനുഗ്രഹവും ഇല്ലേ? എനിക്കൊരു അനുഗ്രഹവും ഇല്ലേ? ഒരു അനുഗ്രഹവും നിനക്കിനിയില്ല, എല്ലാം അവൻ കൊണ്ടുപോയി. സ്തോത്രം. അറിയാതെ ഒരു നുകം അവന്റെ മേൽ വന്നു. പക്ഷേ കെട്ടഴിയുന്ന ഒരു സമയം വരും സ്തോത്രം. അന്ന് നീ നിന്റെ നുകത്തെ കൊടയും. അതൊരു വാഗ്ദത്തമാണ് സ്തോത്രം. അങ്ങനെ ഒരു സമയമുണ്ട്. പക്ഷെ നിങ്ങൾ യാക്കോബിനെ കുറിച്ച് വചനം പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെ കുടഞ്ഞില്ല. അങ്ങനെ ഒരു സമയം വന്നു, പക്ഷെ അദ്ദേഹം അത് കുടഞ്ഞില്ല. ആ നുകത്തെ കുടഞ്ഞില്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. നുകം കുടഞ്ഞ് കളഞ്ഞില്ല സ്തോത്രം. ചേട്ടനെ അനിയനെ കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു, ഒക്കെ ശരിയാണെങ്കിലും പിന്നെയും തൻ്റെ വൈരാഗ്യത്തിലും പകയിലും മാനസാന്തരം ഇല്ലാത്ത അനുഭവത്തിലും താൻ മുമ്പിലേക്ക് പോയി. നിങ്ങളതാ ഞാൻ പറഞ്ഞത്, ഒത്തിരി വേദഭാഗങ്ങളിൽ കൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണമുണ്ടായോ കാരണമില്ലായോ, നീ എവിടെയൊക്കെയോ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്, ഇതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ മക്കളെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷെ ഏത് അടിമത്വത്തിൽ നീ കിടന്നാലും, എത്ര തകർച്ചയിൽ കിടന്നാലും, അതിനകത്തു നിന്ന് പുറത്തു വരാൻ ദൈവം നിനക്ക് വയ്ക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് നിന്റെ മേലിരിക്കുന്ന നുകം എത്ര ശക്തിയുള്ളതാണെങ്കിലും നീ കുടഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും. നീ കൊടയാൻ ദൈവം വെച്ചൊരു സമയമുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. എത്ര വലിയ കാരണം അതിന് കാണും, കാരണം കാണും. അതിനകത്ത് അപ്പൻ്റെ ശാപം കാണാം, അമ്മയുടെ ശാപം കാണാം, പാപം കാണാം. നീ പറയുന്ന എണ്ണമറ്റ വിഷയങ്ങൾ നിന്റെ മുകളിൽ ഒരു നുകമിരിക്കാൻ കാരണമായിട്ടുണ്ടാകാം. പക്ഷെ ദൈവസന്നിധിയിൽ വന്ന നമുക്ക് ദൈവം വച്ചൊരു സമയമുണ്ട്. അവിടെയാണ് ഇന്ന് ചുരുക്കം ചിലരായി കേൾക്കുന്ന, പ്രത്യേകിച്ച് ദൈവസഭയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ആഴമായി എന്നോട് ഇടപെട്ട വിഷയങ്ങൾ ാണിത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു വാഗ്ദത്തത്തിന്റെ സമയമെന്ന്, ഇവിടെ ഹല്ലേലൂയ നുകം തകരുമെന്നൊക്കെ ആത്മാവ് പറയുമ്പോൾ നമ്മൾ അതിനെ കുടയാതിരിക്കണം എന്ന്, അല്ലെങ്കിൽ നമ്മൾ ഹല്ലേലൂയ അലസതയിലേക്ക്,
ബോധ്യത്തിലേക്കും ചെന്ന് അതിനെ കുടഞ്ഞു കളയാതിരിക്കാൻ ആഗ്രഹിക്കുന്ന സാധാന്യ ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വിട്ടുകൊടുക്കരുത്. സ്തോത്രം. ഇതിനിടയിൽ ദൈവം പറഞ്ഞു ഒത്തിരി മാനസാന്തര കാര്യങ്ങളുണ്ടല്ലേ. നാവിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ ആ സന്ദേശത്തിനിടയിൽ കൂടെ ഒക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ ഹല്ലേലൂയ പകയും കയ്പും വിദ്വേഷം ഒന്നും വിട്ടുകളയാൻ കഴിയാതെ വണ്ണ് ആമേൻ യേശാവിന്റെ മേലിരുന്ന നുകത്തെ കുടയാതെ അത് തലമുറകളിലേക്ക് കൈമാറി വലിയ തിന്മ അവന് പിന്തുടർന്നതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സമയം ഹല്ലേലൂയ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ മേലോ സഭയുടെ മേലോ ആമേൻ സ്തോത്രം ഇതിനകത്ത് ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മേലോ പിശാച് വെച്ച നുകങ്ങളുണ്ടെങ്കിൽ അത് കുടയാനും അതിനെ ഒടിക്കാനും അതിനെ തകർക്കാനും ദൈവം വെച്ച സമയത്തിന്റെ അകത്ത് ആമേൻ കുടയേണ്ടും വണ്ണം കുടയണം. മാനസാന്തരം വരേണ്ടും വണ്ണം നമ്മുടെ ജീവിതത്തിൽ വരണം. പിശാച് ആ സമയത്തെ തള്ളി നീക്കാൻ അനുവദിക്കരുത്. ആ ടൈമിൽ നമ്മൾ വിടുതലെടുക്കണം. അതുകൊണ്ട് ഈ സമയങ്ങൾ വളരെ ഗൗരവത്തോടെ നിങ്ങൾ എടുക്കണം. വളരെ ഗൗരവത്തോടെ നാം ഒരുമിച്ച് ഒരുങ്ങണം. സകല നുകത്തെയും തകർക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച് ദൈവം ഒരുക്കുന്ന സമയമുണ്ട്. അവിടെ കയറി പാരമ്പര്യത്തെയും പിടിച്ച് പാപത്തെയും പിടിച്ച് കുടുംബത്തെയും പിടിച്ച് ആമേൻ സ്തോത്രം പിന്നെയും നീ നുകം ചുമന്ന് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിനക്ക് തന്ന സമയത്ത് നിന്റെ മകളിൽ ഇരിക്കുന്നതിനെ നീ കുടഞ്ഞു കളയണം. ആമേൻ സ്തോത്രം. എത്ര വിടുതലിന്റെ കാര്യം പറഞ്ഞാലും ചിലർക്ക് പിടിക്കുന്ന പാരമ്പര്യത്തെ വിടാൻ പറ്റത്തില്ല, പാപത്തെ വിടാൻ പറ്റത്തില്ല, സ്നാനപ്പെടാൻ പറ്റത്തില്ല. ആർക്ക് നഷ്ടം? ആർക്കാ നഷ്ടം? നുകത്തെ ചുമലിൽ ചുമ്മിക്കൊണ്ട് തലമുറയുടെ മേൽ കൈമാറിക്കൊണ്ട് നീ പോകുക. പക്ഷെ ദൈവം നിനക്ക് തന്ന സമയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയം നീ കുടയണം. ഇന്ന് പകലും ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ അടിമത്വത്തിൽ ഇരിക്കാനല്ല വിളിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഈ ചെയറിൽ നീ ഇരിക്കുന്നത് ഏതോ ചില പ്രശ്നങ്ങളെ ചുമന്നുകൊണ്ടാ. പക്ഷെ ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് നീ എഴുന്നേൽക്കുന്നത് ഒരു വിടുതലോടെ ആയിരിക്കണം. സ്തോത്രം. ദൈവം പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നത്തേതിൽ മാനസാന്തരപ്പെടാൻ കഴിയാതെ കരഞ്ഞിട്ട് കാര്യമില്ല. തലമുറകൾ പോലും ആ അടിമത്വത്തിൽ ഹല്ലേലൂയ കിടക്കത്തക്കവണ്ണം ആമേൻ നിന്റെ മേൽ വന്ന വിടുതൽ നീ എടുക്കാതിരിക്കരുത്. സ്തോത്രം. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുമ്പോ ഒന്നും നോക്കാതെ കുടഞ്ഞെറിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ അനുഗ്രഹമാണ്. സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ നമ്മെ സഹായിക്കാനൊന്നും ആമേൻ ഒരു മനുഷ്യനും വരത്തില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ ആമേൻ സ്തോത്രം നമുക്ക് ആമേൻ യോസേഫിന്റെ മക്കളെ യാക്കോബ് തന്റെ അവസാന സമയത്ത് അനുഗ്രഹിക്കുന്ന ഭാഗമുണ്ട്. സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ യോസേഫിന്റെ അടുത്തേക്ക് യാക്കോബിനെ കൊണ്ടുപോകുന്നത് വലിയ ഹല്ലേലൂയ ഒരു ചരിത്ര പശ്ചാത്തലമൊക്കെ അറിയാം. അവസാന നാളുകളിൽ തലമുറകളെ അനുഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ 5 മുതൽ 7 വരെ പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം 2 പേരുടെ മേൽ കഠിനമായ ശാപം പിതാവിടുന്നത് കാണാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ പറയുന്നേ? പുത്രൻ വരുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചാ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ അലക്ഷ്യമാക്കി വലിച്ചെറിയുന്ന കാണുമ്പോൾ, എന്നിട്ട് അടിമത്വത്തിന്റെ നുകത്തിൻ കീഴിൽ കിടക്കുന്ന കാണുമ്പോൾ അതൊരു വലിയ പ്രശ്നം. പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പല കുടുംബത്തില് ശാപങ്ങളും തിന്മകളും പിന്തുടരുന്ന അനുഭവം ഉണ്ടെങ്കിൽ പറയട്ടെ, നീ ചെയ്യേണ്ടത് നീ ചെയ്യാത്തത് കൊണ്ടാ. ഞാൻ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാ. ഇന്ന് കുറച്ചു വരെ ഉള്ളൂ. സഭ ചെയ്യേണ്ടത് ചെയ്താൽ ഞാൻ പറയുന്നു ചില ചരടുകൾ ഇന്ന് പകൽ ചണനൂൽ പോലെ കത്തും, ചില നുകങ്ങൾ ഒടിയും. അതിനാരോ വന്ന് സഹായിക്കുമെന്ന് പറഞ്ഞിരിക്കരുത്. ഈ വചനത്തിന്റെ ശക്തിയിൽ എഴുന്നേറ്റ് ഇന്ന് പകൽ ചിലതിനെ ഉടച്ചു കളയണം. സ്തോത്രം. എന്താ ഇന്ന് ചിലർക്ക് വരാൻ പറ്റാത്ത? അതിനകത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒത്തിരി ഗൗരവമായി ഈ വിഷയം ഞാൻ ഈ പറയുന്നത്. അത്ര ഹല്ലേലൂയ എളുപ്പമല്ല ഞാൻ ഈ പറയുന്ന കാര്യം. ഞാൻ ഒരു 100 കണക്കിന് വ്യക്തികളുടെ അനുഭവം നിരത്തി പറയാം. അവരൊക്കെ ബൈബിൾ എടുത്ത് യേശുവിനെ ആരാധിക്കുന്നവരാ. പക്ഷെ സ്വാതന്ത്ര്യമില്ല. തിരിച്ചറിയണം, യേശു വരുത്തുന്ന സ്വാതന്ത്ര്യം കർത്താവിന് ചിലത് അങ്ങനെ വരുത്താനുണ്ട്. പരിശുദ്ധാത്മാവിന് വരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വചനം വരുത്തുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിനക്ക് വരാൻ വേണ്ടി ദൈവം നിന്റെ മേൽ കൃപയിടുന്ന സമയം ആമേൻ ഇന്നലകളിൽ പിശാച് വെച്ച ഏത് നുകത്തെ നീ കുടയണം. അവസരം നീ കളയരുത്. ഇവിടെ ഹല്ലേലൂയ 49 അധ്യായം 5 മുതൽ 7 വരെ നിങ്ങൾ പഠിച്ചാൽ ആമേൻ സ്തോത്രം അപ്പൻ മകനെ ശപിക്കുക. എന്നിട്ട് ഹല്ലേലൂയ പറയുക,
നിങ്ങൾ അവരുടെ യോഗങ്ങളിൽ കൂടരുത്. ഇവരെ നിങ്ങൾ കൂടുകയെ ഒന്ന് വായിച്ചു കൊടുത്തേ, സമയമില്ലെങ്കിൽ ഒന്ന് 5 തൊട്ട് 7, 49 5 തൊട്ട് 7 വരെ വായിച്ചേ. ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരി ഉടച്ചു. അവരുടെ ഉഗ്രകോപം കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകുക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണം, ശാപവചനങ്ങൾ കൊണ്ട് ആ മനുഷ്യനെ മൂടി. ആമേൻ, സ്തോത്രം. അവരുടെ യോഗങ്ങളിൽ കൂടരുത്, നിങ്ങൾ അവരോടൊപ്പം കൂട്ടുകൂടരുത്. അവരെ ഒരിടത്തും നിങ്ങൾ ഹല്ലേലൂയ കൊണ്ടുവരരുത്. നിങ്ങൾ ഹല്ലേലൂയ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം അതായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വിഷയങ്ങൾ വെച്ചിട്ടാണ് അപ്പൻ കഠിനമായ ശാപത്തെ അവരുടെ മേൽ വെക്കുന്നത്. സ്തോത്രം, കഠിനമായ ശാപത്തെ വെക്കുന്നത്. പക്ഷേ ഒരവസരം അവർക്ക് കിട്ടി, ഒരവസരം കിട്ടി. ലേവിക്ക് ഒരു അവസരം കിട്ടി ശാപത്തെ കുടഞ്ഞു കളയാൻ. നമുക്കറിയാം ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് മോശ വരുമ്പോൾ, മോശ പർവ്വതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ താഴെ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഉറക്കം വരുന്നവർ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഏതോ വലിയ അടിമത്വത്തില, സത്യം ഞാൻ പറയുന്നത്, കുറ്റപ്പെടുത്തുകയല്ല. ക്ഷീണം വരുന്നവർ, ഇത് ഗ്രഹിക്കാൻ പറ്റാതിരിക്കുന്നവർ തിരിച്ചറിയണം, നിങ്ങൾ അടിമത്വത്തിൽ. അതിനകത്ത് ആ കയറ് പൊട്ടിക്കാൻ പിശാചിന് ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ ഇങ്ങനെ പോകണമെന്ന്, നിങ്ങളുടെ തലമുറ ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പൈശാചിക ശക്തിയാണ് നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നത്. എനിക്കതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഞാൻ പരമാർത്ഥ മനസ്സോടെ ദൈവം തന്ന വചനത്തെ ആത്മാവിൽ കൈമാറുക, ഉള്ള സാഹചര്യത്തിൽ അല്പം പോലും മടുപ്പില്ലാതെ കൈമാറുക. നിങ്ങൾക്കത് പറ്റുന്നില്ല, കഥ കേൾക്കുന്നത് പോലെ കേട്ടിരിക്കുന്നെങ്കിൽ പറ്റത്തില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ് ദൈവസഭയ്ക്ക് കൈമാറുന്ന ഈ സീസണിൽ, ഈ ഒരു ടൈമിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ഹല്ലേലൂയ, ആമേൻ. ദൈവികമല്ലാത്ത ഒന്നിനും നമ്മൾ അടിമപ്പെട്ടു കൊടുക്കാതെ സാക്ഷാൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ഒരു വിടുതലെടുക്കാൻ തയ്യാറാകണം. ഇവിടെ ഹല്ലേലൂയ കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവത്തിന്റെ കോപം ജനത്തിന്റെ മേൽ വന്നു. മോശ ഇറങ്ങിയെന്ന് ചോദിച്ചു, ആരാ ദൈവത്തിന്റെ പക്ഷത്തുള്ളത്, ആരാ ദൈവത്തിന്റെ പക്ഷത്തുള്ളത്? ശപിക്കപ്പെട്ട് ഒന്നിനും കൂട്ടരുതെന്ന് പറഞ്ഞ ലേവി ശിമയോനും ഉണ്ട്. സ്തോത്രം, 12 ഗോത്രമുണ്ട്. അതിൽ ലേവി ഹല്ലേലൂയ ചാടി നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ കൂടെയാ. നിന്നെ ആർക്കടാ വേണ്ടിയത്? നീ ശപിക്കപ്പെട്ടവനല്ലേ, നിന്നെ ആരടുത്തും കൂട്ടരുതെന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ആമേൻ, സ്തോത്രം. ഏത് ശാപം ആര് വെച്ചാലും, എന്തിന്റെ പേരിൽ വന്നാലും വിടിവിക്കാൻ പറ്റുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നീ തിരിച്ചറിയണം. സ്തോത്രം. അവനോട് ഹല്ലേലൂയ പറഞ്ഞു, വാളെടുത്ത് സ്വന്തം സഹോദരന്മാർക്കെതിരെ പുറപ്പെടാൻ പറഞ്ഞു. അവനത് ചെയ്തപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം അവന്റെ മേൽ വന്നു. ഞാൻ ആമേൻ വിശദീകരണം കൂടാതെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങൾ ബൈബിൾ പഠിക്കണേ. അപ്പൻ പറഞ്ഞത് ഒറ്റ യോഗത്തിൽ കൂട്ടരുതെന്നാ പറഞ്ഞേ. പക്ഷെ നിങ്ങൾക്കറിയാമോ, പിൽക്കാല ചരിത്രത്തിൽ ദൈവസഭയുടെ ബന്ധത്തിൽ ആമേൻ, സ്തോത്രം, ലേവി ഇല്ലാത്തൊരു യോഗമില്ല, ലേവിയെ കൂടാതെ ഒരു യോഗമില്ല. നിങ്ങൾ ബൈബിൾ പഠിക്കണം. ജനത്തിന്റെ അനുഗ്രഹത്തിന് ലേവി ഇല്ലാതെ ഒരു പരിപാടിയില്ല. ജനത്തെ അനുഗ്രഹിക്കാൻ ദൈവം പിന്നത്തേതിൽ മുൻപിൽ നിർത്തിയത് ലേവിയ. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നേ? നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ആഭിചാരത്തെയും മന്ത്രവാദത്തെയും അപ്പനെയും അമ്മയെയും ശാപങ്ങളെയും തിന്മകളെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതൊരു ചുമട് പോലെ വേണമെങ്കിൽ നമുക്ക് ചുമന്ന് മുമ്പിലേക്ക് പോകാം. നീ ഒരിക്കലും ഒരു അനുഗ്രഹമാകരുതെന്ന് ആമേൻ ഉലകം മുഴുവൻ വിധി എഴുതി. നീയും തലമുറയും ഒരിക്കലും നന്മ അനുഭവിക്കരുതെന്ന് നിന്റെ മേൽ ശാപം കൊണ്ട് മൂടിക്കിടക്കുന്ന അനുഭവം ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ നീ തീരുമാനിച്ചാൽ നിനക്കൊരു വിടുതലെടുക്കാം. ലേവിക്ക് അവസരം കിട്ടി. അവൻ ഒറ്റ കൊടയക്കം കുടഞ്ഞു. അപ്പൻ വെച്ച നുകത്തെയും അവന്റെ തലമുറയുടെ മേൽ കിടന്ന ശാപത്തെയും ഒറ്റ സെക്കൻഡ് കൊണ്ട് അവൻ പൊട്ടിച്ചു. കാര്യം എന്നാന്നറിയാമോ? ആമേൻ, ദൈവത്തിന്റെ അവസരം വന്നപ്പോൾ ഒരു ചോദ്യം ഉയർന്നു, ആരെങ്കിലും ഉണ്ടോ ദൈവത്തിന്റെ പക്ഷത്ത്? ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കുക, ആമേൻ, സ്തോത്രം, നീ ചുമന്നുകൊണ്ട് നടക്കുന്ന ആമേൻ നുകത്തെയും പാപത്തെയും ഒന്ന് ഇട്ടേച്ച് കർത്താവിനെ കയറി പിടിക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരെതിർത്താലും ആര് ചെറുത്താലും ദൈവ വചനം അനുസരിക്കുമെന്ന് തൻ്റെ ഇടത്തോടെ നെറ്റിയും കൊടുത്ത് മുമ്പിൽ ഇറങ്ങി വരാൻ കരുത്തുള്ള ഒരു വ്യക്തി ഇന്ന് പകൽ ഈ ദൈവസഭയ്ക്കകത്തുണ്ടോ? നിന്നെ ഒരു ശാപം കൊണ്ട് മൂടാൻ പറ്റുന്ന ഒരു ശക്തിയുമില്ല. ദൈവം ഹല്ലേലൂയ ശാപത്തിന് അടിമപ്പെടുത്തിയിട്ടതാണെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യം ദൈവം വരുത്തുമെന്ന് ഇന്ന് പകൽക്കാലം എൻ്റെ വചനം കേൾക്കുന്നവർ തിരിച്ചറിയണം. സ്തോത്രം, സ്തോത്രം. ഞാൻ ജനിച്ച വീട്, വളർന്ന സാഹചര്യം, എൻ്റെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരും സഹോദരവർക്കും തകർന്നടിഞ്ഞ ശാപത്തിന്റെ അനുഭവങ്ങൾ. മക്കളെ ശ്രദ്ധിച്ചു കേൾക്കണം, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം.
ആമേൻ. ഒരു നന്മ പ്രാപിക്കാൻ ഒരു യോഗ്യതയില്ല. ആമേൻ. സ്തോത്രം. പറഞ്ഞിരിക്കുന്നത് അപ്പനും വേണ്ടപ്പെട്ടവരും പഠിപ്പിച്ചവരും ആമേൻ എല്ലാവരും കൂടെ ശപിച്ചിട്ടിരിക്കുന്നുണ്ടാകാം. സ്തോത്രം. ഒരു നന്മ കാണത്തില്ല, ഒരു അനുഗ്രഹം നീ പ്രാപിക്കത്തില്ല. പക്ഷെ ഇന്ന് പകൽ ദൈവം അവസരം തരിക. കർത്താവ് പറയാ, ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്താം. ലേവിയുടെ അടുത്ത് ചോദിച്ചു നോക്കേ, ആമേൻ, നീ എന്നാ ഉറപ്പില്ല? അതെനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ തയ്യാറാണ്. എൻ്റെ പുറകിൽ കിടക്കുന്ന ശാപം ഞാനും എൻ്റെ തലമുറ മുഴുവനും ചുമക്കണം. പക്ഷെ ഞാൻ തീരുമാനിക്കുക, ഞാൻ എൻ്റെ ദൈവത്തിന്റെ പക്ഷത്ത്. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നു, മക്കളെ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറ്റുമോ? അതിനു വേണ്ടി എന്തും ത്യജിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ശാപത്തിന് നിന്റെ മേൽ വാഴാൻ പറ്റത്തില്ല. നിനക്ക് പൊളിക്കാൻ പറ്റുന്ന മറ്റൊരു മരുന്ന് അതിനില്ല. നീ ഹല്ലേലൂയ ഇവിടുന്ന് മാറി വേറെടുത്ത് എന്ന് കൈയടിക്കുകയല്ല. ഇന്ന് പകൽ ഇതിന്റെ അകത്തിരുന്നു കൊണ്ട് ആമേൻ സ്തോത്രം, നീ കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് തീരുമാനിക്കുക. നിന്നെ എതിർക്കാൻ ഒരു വലിയ കൂട്ടം ചിലപ്പോൾ പുറകെ എഴുന്നേൽക്കും. പക്ഷെ ഞാൻ പറയട്ടെ, സർവശക്തൻ ഇന്ന് പകൽ നീ തീരുമാനിക്കുന്ന നിമിഷം നിന്റെ മേൽ കിടക്കുന്ന ശാപത്തെ നീക്കി നീ ഒരു അനുഗ്രഹമെന്ന് ദൈവം പ്രഖ്യാപിക്കുക. ആമേൻ. അവനെ കൂട്ടരുതെന്ന് പറഞ്ഞ ഇടച്ച്, അവനെ ഹല്ലേലൂയ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഇടച്ച്, നിന്നെയും കുടുംബത്തെയും വിളിച്ചാദരിക്കുക. നിന്നെയും കുടുംബത്തെ മുമ്പിൽ നിർത്ത്. നീ നിന്റെ കുടുംബത്തിന് അനുഗ്രഹമാകും. നീ നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹമാകും. നീ നിന്റെ ദേശത്തിന് അനുഗ്രഹമാകും. ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ നീ ഒരു അനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിന്നെ പിന്തുടരുന്ന ശാപത്തിന്റെയും തിന്മയുടെയും ശക്തികളെ ഇന്ന് പകൽക്കാലം നിനക്ക് കുടയാൻ മനസ്സുണ്ടെങ്കിൽ നീ വിളിച്ചു പറഞ്ഞാൽ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കും, വചനത്തിന്റെ പക്ഷത്ത് നിൽക്കും. കർത്താവിനെ ഞാൻ അനുസരിക്കും. സ്തോത്രം. തീവ്രമായ തീരുമാനം എടുക്കണം. തീവ്രമായ തീരുമാനം. ന്യായപ്രമാണം പറയുന്നത് 10ാം തലമുറ പോലും മോവാബ്യർ ദൈവസന്നിധിയിൽ വരരുതെന്ന. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ കുഞ്ഞ് പിശാചിന്റെ അടിമത്വത്തിൽ കിടക്കരുത്. അതിനാ ഈ വചനം ഞാൻ കൈമാറുന്നേ. പരിശുദ്ധാത്മാവ് നിനക്കൊരു ബലം വരാനാ. സ്തോത്രം. അല്ല, ഇതൊക്കെ കേട്ടിട്ടും ഒരു അനുസരണത്തിനുള്ള മനസ്സില്ലെങ്കിൽ കാത് തുറന്നു കേട്ടോ. കാത് തുറന്നു കേട്ടോ. ഒരു മനുഷ്യന് നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു ശാപവും നിന്നെ വിട്ടു പോകത്തില്ല. പക്ഷെ നിനക്ക് തീരുമാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഏത് വലിയ നുകത്തെയും ഈ തലമുറയിൽ നീ ഓടിക്കും. നമ്മൾ ഒടിക്കും. ശോധന. ഏത് നുകത്തെ നമ്മൾ തകർക്കുക. നമ്മുടെ മേലോ വരുന്ന തലമുറയുടെ മേലോ അത് തുടരാൻ ഇടയില്ലാതെ വണ്ണം കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഇന്നലകളിൽ പിന്തുടരുന്ന സർവ്വശാപത്തെയും ദൈവസഭ നീക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനകത്ത് ആരാധിക്കാൻ വരുന്ന ഒരൊറ്റ കുടുംബത്തിന്റെ അകത്ത്, ഇതിനകത്ത് ആരാധിക്കാൻ വരുന്ന ഒരൊറ്റ വ്യക്തികളുടെ മേൽ ആ ശാപം ഇരിക്കാൻ പാടില്ല. ആമേൻ. ശാപത്തെ എടുക്കാൻ പറ്റുന്ന ഒരുവനേ ഉള്ളൂ, യേശു കർത്താവ്. അവൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തണമെങ്കിൽ അവന്റെ പക്ഷത്ത് കയറി നിൽക്ക്. അവന്റെ വചനം അനുസരിക്ക്. സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന് അഭിഷേകം ഏറ്റെടുത്ത് സ്വാതന്ത്ര്യം അനുഭവിക്ക്. തലമുറകളുടെ മേലെ വിടുതൽ കൈമാറ്. പാരമ്പര്യത്തെ പിടിച്ചുകൊണ്ടിരിക്കാതെ. സ്വതന്ത്രം. ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്ക്. ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ ശാപം വെച്ചുകൊണ്ട് ഒരു അനുഗ്രഹ ഉലകത്തിൽ പ്രാപിക്കാൻ പറ്റത്തില്ല. അതൊന്നും നിലനിൽക്കത്തില്ല. പറ ഹല്ലേലൂയ, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കും. സ്തോത്രം. മോവാബ്യരെ കുറിച്ച് മക്കളെ കർത്താവ് വെച്ച വ്യവസ്ഥയാ. 10ാം തലമുറ ദൈവസന്നിധി വരരുത്. 10ാം തലമുറ. പക്ഷെ നമുക്കറിയാം, രൂത്ത് എന്ന് പറയുന്ന പെൺകുട്ടി മോവാബ്യ സ്ത്രീയാ. സമയമില്ലാത്തോണ്ട് എടുത്ത് വായിക്കുന്നില്ല. രൂത്ത് എന്ന് പറയുന്ന സ്ത്രീ മോവാബ്യ സ്ത്രീയാ. അവരുടെ മേൽ കിടക്കുന്നത് 10ാം തലമുറ പോലും ദൈവസന്നിധി വരരുതെന്ന്. പക്ഷെ അവള് യേശുവിന്റെ വംശാവലി കയറി പറ്റി. 10ാം തലമുറ പോലും ആലയത്തിൽ വല്ലതും പിടിയിട്ടുന്നുണ്ടോ മക്കളെ? നമ്മൾ ആരെന്നുള്ള വിഷയമല്ല, നമ്മുടെ തീരുമാനമാ വിഷയം. നമ്മളെ ആര് ശപിച്ചു, ആര് ഒതുക്കി, പോരാട്ടത്തിന്റെ വലിപ്പം, ബന്ധനത്തിന്റെ വലിപ്പം, ആഭിചാരത്തിന്റെ വലിപ്പം, ആമേൻ സ്തോത്രം, ബന്ധുക്കളുടെ എതിർപ്പ്, ഇതൊന്നും അല്ല വിഷയം. ഇതൊന്നും അല്ല പ്രശ്നം. എന്റെ ദൈവസനിലെ തീരുമാനം ഇത് കൃത്യതയോടെ ഞാൻ പറയാം. ദൈവം നിനക്ക് വെച്ച സമയമാണ്. നീയും ഞാനും കുടഞ്ഞാൽ ചിലത് എന്നേക്കുമായി ഒടിയും. എന്നേക്കുമായി ചിലത് ഒടിഞ്ഞു പോകും. അത് ആത്മാവിന്റെ അരുളപ്പാടാണെന്ന് ദൈവസഭ തിരിച്ചറിയണം. ആത്മാവിലെ അരുളപ്പാടാണെന്ന് തിരിച്ചറിയണം. സ്തോത്രം. പലപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊരു ശാപം പിന്തുടരുന്ന പലരും ഇതിനകത്ത് കാണും. നമുക്കറിയത്തില്ല. നമ്മുടെ സഹോദര വർഗങ്ങൾ ഒക്കെ കാണും. പക്ഷെ ശ്രദ്ധിക്കണം,
മോവാബ്യ സ്ത്രീ അവർക്ക് കയറാൻ പറ്റത്തില്ല, 10ാം തലമുറ ശാപം കിടക്കുക. പക്ഷെ ആ സഹോദരി എടുത്ത തീരുമാനം, തക്ക സമയത്ത് ആ സഹോദരി എടുത്ത തീരുമാനം, അവൾ യേശുവിന്റെ വംശാവലി വന്നു. എന്നതായി പ്രസംഗിക്കുന്നേ? സ്തോത്രം. എന്തെങ്കിലും മാറ്റം വരണോ? എന്തെങ്കിലും വിടുതൽ വേണോ? ആരും കൊണ്ടു തരത്തില്ല. കർത്താവിന് വേണ്ടി എഴുന്നേക്കാൻ പറ്റുമോ? കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുമെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റുമോ? അവള് പറഞ്ഞു, ഈ ദൈവം എന്റെ ദൈവം, നിന്റെ ദേശം എന്റെ ദേശം, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും. ഒറ്റ തീരുമാനം. 10ാം തലമുറ ദൈവസേനയിൽ വരരുതെന്ന് പറഞ്ഞവൾക്ക് ഒരു രക്ഷ കിട്ടി, ഒരു വീണ്ടെടുപ്പുകാരനുണ്ടായി, അവൾക്കൊരു ഭാവി ഉണ്ടായി. അവള് ഹല്ലേലൂയ എന്തോ അറിയപ്പെട്ടെന്നല്ല, അവൾ യേശുവിന്റെ വംശാവലിക്കകത്ത് വന്നു. പിടിയിട്ടുന്നുണ്ടോ? എഴുതപ്പെട്ട വിധികൾ, എഴുതപ്പെട്ട നിർണയങ്ങൾ, സ്തോത്രം, പിശാച് വെച്ച അതിരുകൾ, പിശാച് വെച്ച അടിസ്ഥാനങ്ങൾ സകലത്തെയും ചിതറിക്കാൻ ദൈവം തരുന്ന സീസണാണിത്, ദൈവം തരുന്ന സമയമാണിത്. ഈ 2ാം ശനിയാഴ്ച യോഗത്തിന്റെ അകത്ത് ദൈവവചനം കേൾക്കുന്നവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇന്ന് പകൽ നീ തീരുമാനിക്കണം, നീ അടിമനുഖത്തിൽ കിടക്കണമോ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കണമോ? നീ തീരുമാനിക്കണം, പിശാചിന്റെ മുഖം നിന്റെ ചുമലിൽ വേണമോ, സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കണമോ? ഇന്ന് പകൽ നീ ദൈവപക്ഷത്താണെങ്കിൽ ആത്മാവിൽ ഞാൻ പറയുന്നു, ആണ്ടുകൾ കൊണ്ട് കിടക്കുന്ന ശാപത്തിന്റെ മുഖങ്ങൾ ഒടിഞ്ഞു പോകുന്ന ദിവസങ്ങൾ, ഒടിഞ്ഞു പോകുന്ന ദിവസങ്ങളാണ്. സ്തോത്രം. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ആമേൻ. ലേവിക്ക് ഇനിയൊരു അവസരം കിട്ടുമെന്ന് പറഞ്ഞ് സ്തോത്രം, അവസരത്തെ ഒഴിവാക്കി കളഞ്ഞേച്ച് നാളേക്കായി കാത്തിരുന്നാൽ പറ്റത്തില്ല. ലഭിച്ച അവസരത്തിൽ അവൻ കയറി ഇടപെട്ടു, ദൈവത്തിന്റെ വിടുതലുണ്ടായി. സ്തോത്രം. രൂത്ത് തക്ക സമയത്ത് അവൾ തീരുമാനം എടുത്തു. ഓർപ്പയ്ക്ക് കഴിഞ്ഞില്ല, പലർക്കും കഴിഞ്ഞില്ല. പക്ഷെ ഹല്ലേലൂയ, അവളുടെ മേൽ കിടന്ന വിധി അവൾ നീക്കി. ഈ ഹോളിനകത്ത്, ഈ കസേരയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ തിരികെ പിടിക്കണം. ഏത് തിന്മയുടെ ശക്തിയാണെങ്കിലും നമ്മൾ വിചാരിക്കരുത്, ദൈവമക്കള് അനുഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളെ, കുടുംബത്തിൽ അനുഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കുറെ സ്ട്രഗിളുകളെ, ഇതൊക്കെ സാധാരണമാണ്, സ്വാഭാവികമാണ്, അതൊക്കെ മാറിക്കൊള്ളും എന്ന് പറഞ്ഞിരിക്കരുത്, അതൊക്കെ നീങ്ങിക്കൊള്ളുമെന്ന് പറഞ്ഞിരിക്കരുത്. ഇന്ന് പകൽ എന്തിനാ ഈ സന്ദേശം ദൈവം നമുക്ക് തരുന്നത്? ഞാൻ പറയട്ടെ പ്രിയർ, ഇതൊരു പ്രത്യേക സമയമാണ്. ഇനി വീണ് കിടന്നാലും നിങ്ങൾ പ്രാർത്ഥന വിട്ടുകളയല്ലേ, കരുത്തോടെ പ്രാർത്ഥിക്കണം. തള്ളി നീക്കേണ്ടതിനെ തള്ളി നീക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം. എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം, ആഴത്തിൽ ദൈവം ഇടപെട്ടത് കൊണ്ടാണ് വായിക്കുന്നത്. പെട്ടെന്ന് വായിച്ച്. എസ്തർ 4:14. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം? ഒത്തിരി ഹല്ലേലൂയ നമുക്ക് സുപരിതമാണ്. വിശദീകരണം വേണമെന്നുള്ള ഭാഗം അവിടെ ദൈവാത്മാവ് പറയുന്ന സന്ദേശം ഓരോരുത്തരും കാത് തുറന്ന് കേൾക്കണം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരിടത്ത് ഉദ്ധാരണം വരും, നീയും നിന്റെ കുടുംബവും നശിക്കും. എന്നാ ദൂതാത്? സ്തോത്രം. ഈ സമയത്ത്, നാളെയല്ല, ഇന്നലെ മിണ്ടാതിരുന്ന അവിടെ ദൈവം ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ഇന്നലകളുടെ അവസ്ഥകൾക്ക് ചോദ്യമില്ല. നാളത്തേക്കായി നീ തയ്യാറെടുക്കാനും പറയുന്നില്ല. പരിശുദ്ധാത്മാവ് പറയുന്ന, ഇവിടെ നീ മിണ്ടാതിരിക്കരുത്, ഇവിടെ നീ എന്തെങ്കിലും ചെയ്യേണ്ടത് ചെയ്യണം. ആത്മാവ് പറയുന്ന കാര്യം ഇവിടെ നീ ചെയ്യണം. ആരെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ട് നാളെ നിങ്ങൾ അലഞ്ഞു നടക്കരുത്. സ്തോത്രം. ദൈവം കരുണയുള്ളവൻ ക്ഷമിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഗൗരവമുള്ള വിഷയം ഗൗരവത്തോടെ എടുത്ത് ഇവിടെ നിങ്ങൾ പ്രതികരിക്കണം. ഇവിടെ പ്രതികരിപ്പിക്കത്തില്ല എന്ന് നമുക്കറിയാം. ഇവിടെ എന്നതാ ഈ ദൂതിന്റെ ആധാരം? ഒരു ജനതയെ മുഴുവൻ നശിപ്പിക്കാൻ ശത്രു രേഖ എഴുതി. സ്തോത്രം. രാജാവിന്റെ മുദ്രമോതിരം കൊണ്ട് സീൽ ചെയ്തു. ദിവസങ്ങൾക്കകത്ത് ഒരു ജാതിയെ ശത്രു ദൈവജനത്തെ നശിപ്പിക്കും. മറുവശത്ത് അഭിഷക്തനെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ തൂക്കാൻ ശത്രു കഴുകുമരം ഒരുക്കിയിരിക്കുക. ശത്രു കഴുകുമരം ഒരുക്കുക. അന്തരീക്ഷം മുഴുവൻ പ്രതികൂല. ശത്രു ആശയോടെ പറയുന്നത്, ഇവനെ അതിനകത്ത് തൂക്കണം, ഈ ജാതിയെ മുഴുവൻ നശിപ്പിക്കണം. ഒരു ജനതയെ മുഴുവൻ തകരുമ്പോ കൃപ ലഭിച്ച ഒരുത്തി കൊട്ടാരത്തിന്റെ അകത്ത് ദൈവം കൊണ്ടാക്കി. എസ്തർ. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? സ്തോത്രം. ഒരു ഹല്ലേലൂയ ബന്ധമില്ലാത്ത അനാഥത്വമുള്ള ആ പെൺകുട്ടിയെ കൊണ്ട് കൊട്ടാരത്തിനകത്താക്കി. അപ്പൊ ഹല്ലേലൂയ മൊർദെഖായി പറയുന്ന വാക്കാ, നീ രക്ഷപ്പെട്ടുകൊള്ളാന്ന് വിചാരിക്കരുത്, ഇവിടെ നീ മിണ്ടാതിരിക്കരുത്. ആ സഹോദരി പറഞ്ഞു, മൗനമായിരിക്കുന്ന പരിപാടിയില്ല. ഞാൻ ഉപവസിക്കാം. രാജാവിൻ്റെ അടുത്ത് പോകാൻ അനുവാദം വേണം. അനുവാദമില്ലാതെ പോയ കൊന്നുകളയും. പിന്നെ രാജാവിന് ദയ കിട്ടണം. 3 ദിവസം ഉപവസിക്കാൻ പറഞ്ഞു.
ഒരുമിച്ച് ഉപവസിച്ചു. വല്ലതും പിടികിട്ടുന്നുണ്ടോ? നിന്റെ വിടുതൽ നിന്റെ കൈക്കകത്തായിരിക്കുന്നേ, നിന്റെ നന്മ നിന്റെ കൈക്കകത്തായിരിക്കുന്നേ. സ്തോത്ര. ആ പ്രശ്നത്തിന്റെ ആധിക്യത്തിൽ മൗനമായിരിക്കാൻ തയ്യാറാകാതെ ഒരുമിച്ച് ഉപവസിച്ചു. ഒരുമിച്ച് ഉപവസിച്ചപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയോ? എഴുതിയ രേഖ തിരുത്തി എഴുതി. ഞാനതൊന്നും പറഞ്ഞ് കയ്യടിപ്പിക്കുന്നില്ല, പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടായി. ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ നാശം നിനക്കും കുടുംബത്തിനും വരും. പക്ഷെ നീ ചെയ്യേണ്ടത് ചെയ്താൽ ഒരു ജനനിധി വിടുവിക്കപ്പെടും. സ്തോത്രം. കഴുകുമരം ഉണ്ടാക്കിയവൻ അതിനകത്ത് തൂങ്ങിയാടി, അവന്റെ കുടുംബം പൂർണ്ണമായി നശിച്ചു. പക്ഷെ ഹല്ലേലൂയ, മൗനമായിരിക്കാതെ ദൈവസന്നിധിയിൽ പ്രതികരിച്ചവനും കുടുംബവും ആ സമൂഹവും ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ചു. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ഇത് സുപ്രസാദ കാലമാണ്. ഇത് നിന്റെ വിടുതലിന്റെ നേരമാ. ദൈവസഭ പോലെ വളരെ നിർണായകമായ ഒരു സമയത്താണ്. ഞാൻ നാളെ സഭായോഗത്തിൽ ഈ ദൂതെടുക്കണം, എല്ലാവരും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഹല്ലേലൂയ, അതിന്റെ ആവശ്യമില്ല. ഇന്ന് ഇതിനകത്ത് ഇരിക്കുന്നവർ ഈ ദൂത് ഏറ്റെടുക്കുക. ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ശക്തമായി ദിനങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞല്ലോ, വരുന്ന ദിനങ്ങൾ നവംബർ മാസമുള്ള ഉപവാസ പ്രാർത്ഥന തീരുന്നത് വരെ ശക്തമായ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവസഭ ഇരിക്കണം. ഓരോ ദിനങ്ങൾ ഓരോ വിടുതൽ കൺമുമ്പിൽ വെളിപ്പെടണം. ഇന്ന് പകൽ നീ നുകം ചുമന്നുകൊണ്ട് പോകാൻ തീരുമാനിച്ചാൽ നിനക്ക് ചുമന്നുകൊണ്ട് പോകാം. കുടയേണ്ടതിനെ കുടഞ്ഞെടുക്കേണ്ട തീരുമാനം എടുത്താൽ നീയും കുടുംബവും വിടുതലിലേക്ക് പ്രവേശിക്കുന്ന പകല. സ്തോത്രം. ആമേൻ. ഹാമാൻ ഉണ്ട് കഴുകുമരം ഒരുക്കാൻ. ബിലിനെ തൂക്കണമെന്ന് അവൻ അജണ്ട വെച്ച് കഴുകുമരം ആമേൻ ഹല്ലേലൂയ പണിതുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ദൈവസഭ ഉറങ്ങാനാണ് ഭാവമെങ്കിൽ ആ കഴുകുമരം ആമേൻ ഫലിക്കും. സ്തോത്രം. ദേശത്ത് ദൈവസഭയെ നിർത്തത്തില്ല, നിന്നെ കുടുംബത്തിൽ നിന്നെ നിർത്തത്തില്ല, നിന്നെ ഹല്ലേലൂയ അനുവദിക്കത്തില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ആമേൻ സ്തോത്രം, അതും ഇതും ശത്രു പറയുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതുപോലെ ജാതകം അത് പറയുന്നു, രേഖ അത് പറയുന്നു, പിശാച് അത് പറയുന്നു. പറയുന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നീ മൗനമായിരിക്കാതെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു കർത്താവുണ്ട്. പുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ആ ദൂതിന്റെ അകത്ത് ഞാൻ ഹല്ലേലൂയ ഒരു പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, ആരെങ്കിലും ഒരു വ്യക്തി ഇന്ന് പകൽ തീരുമാനമെടുക്കുമെങ്കിൽ മൗനമായിരിക്കാതെ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസഭ ചേർന്ന് നിൽക്കണം അല്ലേ? കഴിഞ്ഞ ആമേൻ ഞായറാഴ്ചത്തെ മെസ്സേജ് അതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് ഭാവമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ശത്രു നിനക്ക് വിരോധമായി ഒരുക്കിയ കഴുകുമരങ്ങൾ ഹല്ലേലൂയ അവന് തന്നെ ഹല്ലേലൂയ അവന്റെ തകർച്ചയ്ക്ക് തന്നെ വരത്തക്കവണ്ണം അവൻ എഴുതിയ നിനക്ക് വിരോധമായി എഴുതിയ രേഖകൾ അവന് വിരോധമായി ദൈവം തിരിക്കത്തക്കവണ്ണം ഒരു അസാധാരണ ഇടപെടൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സീസണിൽ ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്നു, ദൈവം നിനക്ക് സ്വാതന്ത്ര്യം വരുത്തേണ്ടതിന്, നിന്നെ ഇതുവരെ അടിമപ്പെടുത്തിയ ശത്രുവിനെ തകർത്ത് നിനക്ക് വിടുതൽ തരേണ്ടതിന് വ്യക്തതയോടെ എഴുന്നേൽക്കുന്ന ഒരു വിടുതലിന്റെ സമയമാണ്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ മൗനമായിരിക്കരുത്. കർത്താവിനെ നിങ്ങൾ സ്തുതിക്കണം, കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. ചിലത് ദൈവസഭ തിരിച്ചറിയാതെ പോകരുത്. ചില സമയങ്ങൾ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. നിന്റെ മേൽ ദൈവത്തിന്റെ വിടുതൽ വീഴുന്ന സമയത്തെ നീ തള്ളിക്കളയരുത്. സ്തോത്രം, സ്തോത്രം. ഒത്തിരി കാരാഗ്രഹവാസം പൗലോസ് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥനയിൽ തന്ന ചിന്ത പെട്ടെന്ന് പറയാം. മക്കളെ, ഒത്തിരി കാരാഗ്രഹം പൗലോസിനെ തേടി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോസ്തല പ്രവൃത്തി 16 പൗലോസിന്റെ ഒരു വിഭിന്നമായ ഇടപെടൽ നിങ്ങൾക്ക് കാണാം. അവൻ പ്രാർത്ഥിച്ച കാരാഗ്രഹത്തെ പൊളിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയമാണ്. പ്രാർത്ഥിച്ച കാരാഗ്രഹത്തെ പൊളിച്ചു. ചിലത് സ്തോത്രം തുടരാൻ ദൈവം അനുവദിക്കുന്ന വിഷയങ്ങളല്ല. ചിലതിന്റെ നേരെ അതത് സമയത്ത് പൊളിക്കണം. ചില സമയത്ത് നമുക്ക് തരുന്ന തിന്മകളും കാരാഗ്രഹവും അതിനകത്ത് ഉറങ്ങേണ്ടി വരും. ചിലപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാതെ അവിടെ തന്നെ ദൈവം നിന്നെ അവസാനിപ്പിച്ചു എന്നും വരും. പക്ഷെ ആത്മാവിൽ ചിലത് തിരിച്ചറിഞ്ഞോളണം. പൗലോസിനോട് ചോദിച്ചു, എന്നാ ഇവിടെ ഒരു പാട്ടും സ്തുതിയൊക്കെ നിന്റെ ജീവിതത്തിൽ? പൗലോസിനറിയാം ഇത് തുടരാൻ പാടില്ല. ഇതെന്റെ മേലൊരു നുകമായി ഒരു വാതിലായി എന്റെ മുമ്പിൽ തടസ്സമായി എന്നെ അടയ്ക്കാൻ പാടില്ല. ഇതിനെ പൊളിക്കാനാണ് ദൈവത്തിന്റെ നിയോഗം. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നു. നാളിതുവരെ ഇന്നലകളിൽ
നീ എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോട് ഗൗരവത്തോടും ദൈവസഭയോട് പറയുന്നത്, ഇവിടെ നീ മിണ്ടാതിരുന്ന് ഉറങ്ങരുത്. ഇവിടെ വന്ന കഷ്ടതയെ നീ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കരുത്. ഇവിടെ മുമ്പോട്ട് പോകാൻ പറ്റാതെ പിടയുന്ന നീ മൗനമായി ഇരിക്കരുത്. ഇവിടെ നിന്റെ മേൽ കിടക്കുന്ന നുകത്തെ നീ പൊളിച്ച് കളഞ്ഞേ പറ്റത്തുള്ളൂ. ഇവിടെ നീ തകർക്കേണ്ടതിനെ നീ തകർത്തേ പറ്റത്തുള്ളൂ. നീ എന്ന വ്യക്തി ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. നീ എന്ന വ്യക്തി ദൈവ സാന്നിധ്യത്തെ ആമേൻ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നടുക്കുന്ന സാത്താന്യ ശക്തികളെ തകർക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ തന്ന്, പുത്രൻ നിനക്ക് സ്വാതന്ത്ര്യം തന്ന്, പരിശുദ്ധാത്മാവ് നിനക്ക് സ്വാതന്ത്ര്യം തന്ന്, ഈ കേൾക്കുന്ന വചനങ്ങൾ നിന്റെ മേൽ സ്വാതന്ത്ര്യം വരുത്താൻ പോകുക. സ്തോത്രം. വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ശാപത്തിൽ നിന്ന് പുറത്തു വരണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏശാവിനെ പോലെ ആകരുതേ. ലേവിയെ പോലെ കുടഞ്ഞു കളയണം. രൂത്തിനെ പോലെ ഇന്ന് പകൽക്കാലം ഈ ദിവസങ്ങൾ സ്തോത്രം, പിശാച് വെച്ചത്, ലോകം വെച്ചത്, പാരമ്പര്യം വെച്ചത് ഒന്നിന്റെ പേരിൽ നിന്റെ ചുമലിൽ നീ വെക്കരുത്. എടുത്ത് താഴെ വയ്ക്കുക. വചനത്തെ നീ സ്വീകരിക്കുക. ആ സ്വാതന്ത്ര്യം നീ അനുഭവിക്കുക. ഒറ്റ കാര്യം കൂടെ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയം, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഭയത്തിന് പലരും അടിമയാ. ഭയം രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ. പക്ഷെ ഹല്ലേലൂയ, ഭയം നമ്മെ അടിമപ്പെടുത്തുന്നു. സ്തോത്രം. പലവിധ ഭയം രക്ഷിക്കപ്പെട്ടവന്. പക്ഷെ പുത്രൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ ആ ഭയത്തിൽ നിനക്ക് പുറത്തു വരാൻ പറ്റും. എനിക്കറിയത്തില്ല എത്ര പേർക്ക് പ്രയോജനം വരും. പക്ഷെ ആരെങ്കിലും ഒരു വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ, ഞാൻ ഈ സന്ദേശമൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, കുറേ വ്യക്തികൾ എന്നെ വിളിക്കുന്നതൊക്കെ വല്ലാത്ത അനുഭവങ്ങളാണ്. ഭയം ജീവിതത്തിൽ എവിടെ ഏത് വിഷയം നിന്നെ ഭയപ്പെടുത്തുന്നു അതിനകത്ത് നിന്ന് നിന്നെ പുറത്തെടുക്കാൻ യേശു കർത്താവിന് പറ്റും. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഏറ്റവും വലിയ ഭയം ഏതാ? മരണഭയമാ. മരണഭയം എന്നൊന്നില്ലെങ്കിൽ മറ്റൊന്നിനെ നമ്മൾ അധികം ഭയക്കത്തില്ല. മരണമെന്ന സാധനം ഇല്ലെങ്കിൽ രോഗത്തെ ഭയക്കൂ, അപകടത്തെ ഭയക്കൂ. പിശാചിനെ നമ്മളെ ഭയപ്പെടുത്താൻ പറ്റുമോ? മരണഭയമാണ് നമ്മളെ പലപ്പോഴും തകർത്ത് കളയുന്നത്. സ്തോത്രം. പലരുടെയും ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, ആ കൊച്ചിന് മരണഭയമാണ്, ഒത്തിരി പേർക്ക് മരണഭയമാണ്. പക്ഷേ ഹല്ലേലൂയ, എബ്രായ ലേഖനത്തിൽ പറയുന്നത് ആമേൻ സ്തോത്രം, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശു കർത്താവ് തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭയത്തിന്റെ അടിമകളായിരുന്ന നമ്മെ വിടുവിച്ചു എന്ന. സ്തോത്രം. മരണത്തിന്റെ ഭീതി മനുഷ്യനിൽ നിന്ന് ആരെടുത്തു? യേശു കർത്താവ് എടുത്തു. പക്ഷെ ഇന്ന് നമ്മൾ ഭീതി അനുഭവിക്കുന്നെങ്കിൽ അത് ശരിയായിട്ടുള്ള അനുഭവമല്ല. മരണത്തിന്റെ ഭീതി നമ്മെ വിട്ട് മാറിയേ പറ്റത്തുള്ളൂ. സ്തോത്രം. മരണത്തിന്റെ ഭീതി കർത്താവ് നമ്മിൽ നിന്ന് മാറ്റി. കർത്താവിന് മാത്രമേ മരണഭീതി മാറ്റാൻ പറ്റൂ. ഒന്ന് വായിച്ച് എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. കണ്ടോ? ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ യേശു വിടുവിച്ചു. സ്തോത്രം. കാൽവരി ക്രൂശിൽ യേശു ചെയ്തതാ. ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് ആരെങ്കിലും മരണത്തെ ഭയക്കുന്നെങ്കിൽ അത് ഹല്ലേലൂയ ദൈവികമല്ല. അതിനകത്തുനിന്ന് സ്വാതന്ത്ര്യം വരുത്താൻ ദൈവത്തിന് പറ്റും. മരണഭയം നീങ്ങിയാൽ അസാധാരണ ധൈര്യം, ഒന്നിനെയും ഹല്ലേലൂയ കൂസാതെ മുമ്പിലേക്ക് പോകാൻ പറ്റും. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിയ ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ദൈവം തീരുമാനിക്കും ഞാൻ എപ്പം മരിക്കണമെന്ന്. സ്തോത്രം. മന്ത്രവാദിയല്ല എൻ്റെ മരണത്തിന്റെ വിധി നിർണയിക്കുന്നേ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ ഇവിടെ ഇരിക്കുന്ന പന്ന പിശാചുക്കളല്ല ബിനിൽ പാസ്റ്ററിന്റെ മരണ ദിവസം നിർണയിക്കുന്നേ. അവൻ എന്തോ ചെയ്തെന്ന് പറഞ്ഞുടൻ ആമേൻ സ്തോത്രം, ഞാൻ അപകടത്തിൽപ്പെട്ട് എൻ്റെ മരണം, ദുർമരണം, ഇതൊന്നും ദൈവമക്കൾക്കുള്ളതല്ല. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന സ്വാതന്ത്ര്യം തന്ന ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോൾ മരിക്കണമെന്ന് ആര് തീരുമാനിക്കും? എൻ്റെ യേശു കർത്താവ് തീരുമാനിക്കും. മന്ത്രവാദിയുടെ കയ്യിലല്ല, ജാതകത്തിലല്ല നിന്റെ മരണം ഇരിക്കുന്നേ. ഞാനത് ഈ ദിവസങ്ങളിൽ ഒത്തിരി പേര് സംസാരിക്കുന്നുണ്ട്, ആ വാക്കുകൾ ഉപയോഗിക്കുന്നേ. ആമേൻ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അന്ധകാര ശക്തിയും ദുർഭൂതങ്ങളല്ല നിന്റെ ദിവസം നിർണയിക്കുന്നത്. നീ എങ്ങനെ മരിക്കണമെന്ന് നിർണയിക്കുന്നത് നിനക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവാ. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഭയത്തിലിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ ശാസിച്ചേച്ച് പറ, ഒരു സ്വാതന്ത്ര്യം എൻ്റെ കർത്താവ് എനിക്ക് തരും. ആ സ്വാതന്ത്ര്യത്തോടെ മരണഭീതി നീങ്ങി ജീവിക്കുന്ന പ്രത്യാശയ്ക്ക് ഉടമകളായിരിക്കണം നമ്മൾ. സ്തോത്രം.
മരണഭയം നമ്മളെ വിട്ട് മാറണം. അതിനകത്ത് സ്വാതന്ത്ര്യം ഇല്ലാതെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ, ചാകണമെന്ന ചിന്ത പേടിച്ച് പേടിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ വിടുതലോടെ കസേര വിട്ട് എഴുന്നേക്കാവും. വിടുതലോടെ എഴുന്നേക്കണം. കാരണം ആമേൻ സ്തോത്രം, അതിനകത്തൊന്ന് വിടുതൽ തരാൻ കെൽപ്പുള്ള ഒരു ഹല്ലേലൂയ ദൈവം നമുക്കുണ്ട്. ഇയ്യോബ് പറഞ്ഞു, ഞാൻ ഭയന്നത് തന്നെ എനിക്ക് സംഭവിച്ചു, വന്നു ഭവിച്ചു. ഭയം ഒരു കണിയാണ്. അതിൻ്റെ പുറകിൽ പൈശാചിക സ്വാധീനം ശക്തമായുണ്ട്. ഭയത്തിൻ്റെ ഉറവ പിശാചിൽ നിന്ന്. ഞാനത് വിശദീകരിക്കാൻ സമയമില്ല, സമയം ഒത്തിരി പോയി, നിങ്ങളും അങ്ങ് ക്ഷീണിച്ചു. ഇതൊക്കെ വളരെ ഗൗരവം ആത്മീകമായി ശുശ്രൂഷിച്ച് ഓരോ വ്യക്തികൾക്കായിട്ട് വിടുതലെടുക്കേണ്ട. ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഏറ്റെടുത്ത് ഉണർവോടെ ഞാൻ പ്രാർത്ഥിച്ചാൽ ഒരു 10 എണ്ണമെങ്കിലും ഈ ബന്ധനം അഴിയുന്ന കാണാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും ചുമ്മാ ബിനിൽ പാസ് തട്ടിവിടും. അങ്ങനെയല്ല. ഈ ഭയത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്നവരുണ്ട്, പിശാച് അടിമയാക്കി ഇട്ടിരിക്കുന്നവരുണ്ട്. സ്വാതന്ത്ര്യമില്ലാതെ പലവിധമായ ഭയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ നിങ്ങളെ പുറത്തെടുക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയതാണ് നീ തിരിച്ചറിയണം. നിന്നെ ദൈവം വിലയ്ക്ക് വാങ്ങിയതാണ് തിരിച്ചറിയണം. അതുകൊണ്ട് പിശാചിനെയൊക്കെ ധൈര്യത്തോടെ വെല്ലുവിളിച്ച് മരണഭയം നീങ്ങി നിങ്ങൾ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കണം. ഭയം കണിയാണ് കേട്ടോ. ഭയന്ന് ജീവിക്കുന്നവരോട് പറയട്ടെ, അതിൻ്റെ പുറകിൽ ശക്തമായ പൈശാചിക സ്വാധീനമുണ്ട്. നിങ്ങൾ തിരിച്ചറിഞ്ഞോളണം. ആ പൈശാചിക ശക്തിയെ നിങ്ങൾ തകർത്ത് സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. സ്തോത്രം, ആമേൻ സ്തോത്രം. ഈ ഹൃദയം നമ്മളെ കുറ്റം വിധിച്ചാൽ നമുക്ക് നമ്മുടെ പ്രാഗൽഭ്യമില്ലാതായാൽ ഭയം വരും. ഞാനത് വിശദീകരിക്കുന്നില്ല. ഹൃദയം നമ്മളെ കുറ്റം വിധിച്ചാൽ, ആമേൻ സ്തോത്രം, മനസാക്ഷി നമ്മളെ കുറ്റം വിധിച്ചാൽ ഭയത്തിന് അടിമയായി പോകും. അവർക്ക് ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം വരത്തില്ല. അങ്ങനെയുള്ള അടിമ മുഖങ്ങളെയൊക്കെ തകർക്കണം. മനസാക്ഷി നമ്മളെ ഹല്ലേലൂയ മനസാക്ഷിയെ ശുദ്ധീകരിപ്പാൻ യേശുവിനെ കഴിയത്തുള്ളൂ. യേശുവിൻ്റെ രക്തത്തിനെ കഴിയത്തുള്ളൂ. എബ്രായ ലേഖകൻ പറയുന്നുണ്ടല്ലേ, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മം ജഡിക ശുദ്ധി വരുത്തിയെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു കർത്താവിൻ്റെ വിലയേറിയ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. കുറ്റപ്പെടുത്തലുകളും ഇതെങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടേ? പിശാചിൻ്റെ കുറ്റപ്പെടുത്തലുകളും മനസ്സിനെ തളർത്തി, ആമേൻ സ്തോത്രം, നല്ല തീരുമാനങ്ങളും കർത്താവിന് വേണ്ടി നിൽക്കാൻ തീരുമാനിക്കുമ്പോഴും ഇങ്ങനെ വന്ന് കുത്തി കുത്തി മനസാക്ഷിയിൽ ഭീഷണിയിടുന്ന പൈശാചിക ശക്തിയുണ്ട്. മനസ്സ് അങ്ങനെ വരുമ്പോഴാണ് ഭീതിക്ക് അടിമപ്പെട്ടു പോകുന്നത്, പിശാച് ആയുധമാക്കുന്നത്. അവിടെ നീ പറയണ, എൻ്റെ മനസാക്ഷിയുടെ സകല നിർജീവ പ്രവൃത്തികളെയും പോക്കി എന്നെ ശുദ്ധീകരിക്കാൻ ചലിക്കുന്ന യേശുവിൻ്റെ രക്തമുണ്ട്. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ രക്തം, ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. അതിൽ ആശ്രയിക്കാൻ ഒരുത്തന് കഴിഞ്ഞാൽ അവൻ്റെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തിയെ പോക്കി ജീവനുള്ള ദൈവത്തെ പ്രാഗൽഭ്യത്തോടെ ആരാധിപ്പാൻ സ്വർഗം കൃപ തരും. സ്തോത്രം. ഹൃദയം കുറ്റം വിധിക്കുന്ന ഇടത്ത് വല്ലാത്ത ഹല്ലേലൂയ ഭയമൊക്കെ വരും. സ്തോത്രം, ആമേൻ. തെറ്റായ അറിവുകൾ ഭയത്തെ കൊണ്ടുവരും കേട്ടോ. കഥകൾ ഭയത്തെ കൊണ്ടുവരും. കേട്ട കഥകൾ, അവരും പറഞ്ഞ കേട്ട കഥകൾ, തെറ്റായ അറിവുകൾ മനുഷ്യനെ ഭയത്തിനോട്. രക്ഷിക്കപ്പെട്ട പലതും അങ്ങനെ അന്ധവിശ്വാസത്തിൽ ഭയപ്പെട്ട് കിടക്കുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അന്ധവിശ്വാസങ്ങൾ, കേട്ട കഥകൾ, പറഞ്ഞു കേട്ട അനുഭവങ്ങൾ, അല്ലേ സ്തോത്രം. ആ ഭയത്തിന് അടിമപ്പെട്ട ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചിരിച്ച് നമ്മളിന്ന് ഇവിടെ ഇതാവും. അതിനുള്ള ടൈമില്ല ഇന്ന്. അമ്മാതിരി തെറ്റായ കഥകളും തെറ്റായ അറിവുകളും. ഈ പുസ്തകം പിടിച്ച് അന്യഭാഷ പറഞ്ഞ് തിരുമേശയൊക്കെ എടുത്തിട്ട് ആ കഥകൾ കേട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. പിശാച് ഇതിനെ അടിമപ്പെടുത്തി കളയും. പുറത്തു വരണം. അതിനൊറ്റ മാർഗം, വചനം അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പണിയുക. വചനത്തിന് വിരുദ്ധമായ കഥകൾ, കിഴവി കഥകളെ ഒന്നും വിശ്വസിച്ച് ഹൃദയത്തിനകത്ത് എടുക്കരുത്. നീ ഭയപ്പെട്ടാൽ അത് കണിയാണ്. പിശാച് അതിൻ്റെ പുറകിൽ ശക്തിയോടെ ചലിപ്പാനിടയായി തീരും. നീ ഹല്ലേലൂയ ഭയത്തിന് അടിമപ്പെടുക. അപ്പോൾ ഹല്ലേലൂയ ഭയത്തിൻ്റെ പുറകിലെ സാത്താന്യ സ്വാധീനത്തെ തിരിച്ചറിഞ്ഞ് ലാഘവത്തോടെ എടുക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വാതന്ത്ര്യം പ്രാപിക്കണം. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ സ്വാതന്ത്ര്യം ഹല്ലേലൂയ വാസ്തവമായിട്ട് നിങ്ങൾക്കുണ്ടാകും. രോഗത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നമുക്ക് കർത്താവ് തരും. സ്വാതന്ത്ര്യം വരണം. പിശാച് വെച്ച രോഗങ്ങൾ ചുമന്നുകൊണ്ട് മുമ്പിലേക്ക് പോകരുത്. രോഗത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരണം. 18 വർഷം കൂനിയായവളാണെങ്കിലും 12 വർഷം രക്തസ്രവമായവളാണെങ്കിലും ആമേൻ 38 വർഷം കിടന്നവനാണെങ്കിലും എല്ലാറ്റിനെയും അടിമപ്പെടുത്തിയിട്ടിരുന്ന പൈശാചിക ശക്തി ഉണ്ടായിരുന്നു. തിരിച്ചറിയണം. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന വിഷയമാണ്. അതിനെ തമ്പുരാൻ പൊട്ടിച്ചു കളഞ്ഞു. അതിനെ പൊട്ടിച്ചു കളഞ്ഞിട്ട് ആമേൻ ജീവപര്യന്തം അടിമപ്പെടുത്തിയിട്ടിരുന്നിടത്തു നിന്ന് കർത്താവിനെ പുറത്തു കൊണ്ടുവന്ന് അവരെ സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞു വെച്ചു. ഈ പകൽക്കാലം കർത്താവ് വ്യക്തതയോടെ നമ്മോട് പറയുന്നു, ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, പുത്രൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നീ സാക്ഷാൽ സ്വതന്ത്രരാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് സ്വാതന്ത്ര്യം വരും. ദൈവത്തിൻ്റെ വചനം നിനക്ക് സ്വാതന്ത്ര്യത്തെ വരുത്തും. സ്തോത്രം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഈ
വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ദയവായിട്ട് ശരീരത്തിന് ബലഹീനതയില്ലാത്ത എല്ലാവരും എഴുന്നേറ്റ് ദൈവസന്നിധി പ്രാർത്ഥിക്കും. നിങ്ങൾ ആശയോടെ ഇതിനകത്ത് വന്നു തുറന്നുള്ള 10 മിനിറ്റ് ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്.